പുറത്തു നിൽക്കുന്ന ആളുകളൊക്കെ തങ്ങളവர்கள் പ്രത്യേകം സജ്ജമാക്കിയ ഈ മഹനീയമായ മനോഹരമായ സദസ്സിലേക്ക് കടന്നിരുന്ന് വേദിയുടെ അനുഗ്രഹം നേടാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ്. റോഡരികിൽ നിൽക്കുന്ന എല്ലാ ആളുകളും അഷ്റഫുൽ ഖൽക്കിൻ്റെ പേരക്കിടാവ് സംഘടിപ്പിച്ച ഈ പരിപാടി അതിനോട് സഹകരിക്കുന്നതോടൊപ്പം ഈ വേദിയിലേക്ക് കടന്നിരിക്കാനും പ്രത്യേകം സന്മനസ് കാണിക്കണമെന്ന് വിനയത്തോടെ ഉണർത്തുകയാണ്. യാ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി 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 യാ ഗൗസ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി യാ ഗൗസ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി യാ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി യാ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി യാ ഗൗസ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി യാ ഗൗസ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അസ്റാർ റബ്ബാനി അസ്റാർ റബ്ബാനി അസ്റാർ റബ്ബാനി അസ്റാർ റബ്ബാനി മൂവെട്ട് കെട്ട് തട്ട് നട്ട് ലാമ് മീമിനുൾ മൂവെട്ട് കെട്ട് തട്ട് നട്ട് ലാമ് മീമിനുൾ മുൻമന്ന് മൂന്ന് തന്ന് നിന്ന് അഞ്ച് ജീവിരുൾ മൂവെട്ട് കെട്ട് തട്ട് നട്ട് ലാമ് മീമിനുൾ മൂവെട്ട് കെട്ട് തട്ട് നട്ട് ലാമ് മീമിനുൾ മുൻമന്ന് മൂന്ന് തന്ന് നിന്ന് അഞ്ച് ജീവിരുൾ ചൊവ്വഞ്ചറിഞ്ഞ് തഞ്ചമിലാടുന്ന ബിമാനി ചൊവ്വഞ്ചറിഞ്ഞ് തഞ്ചമിലാടുന്ന ബിമാനി യാ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി യാ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി യാ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി യാ ഗൗസ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി യാ ഗൗസ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി പ്രകൃത ശുദ്ധ മദ്ശദ് നൃത്തവൃത്തമായി പ്രകൃത ശുദ്ധ മദ്ശദ് നൃത്തവൃത്തമായി പ്രസംഗമെങ്ങും തിങ്ങിപ്പൊങ്ങി ഭംഗിരംഗമായി പ്രവർത്തനത്തിലെത്തി വിത്തുതിത്തഭിമാനി പ്രവർത്തനത്തിലെത്തി വിത്തുതിത്തഭിമാനി യാ ഗൗസ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി
യാ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി യാ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി യാ ഗൗസ് 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 മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഈ സദസ്സ് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. പാപികളായ നാം ഒരുമിച്ച് കൂടി ഈ മഹത്തായ മജ്ലിസിൽ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം പ്രത്യുത്തരമുള്ള മജ്ലിസായി അല്ലാഹു ഈ മജ്ലിസ് അംഗീകരിക്കുമാറാവട്ടെ. ഈ പങ്കെടുത്ത നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. മീമിൽ തുടങ്ങുന്നു ലോകം സദാ നൂറുല്ലമീനാണ് നാരിൽ സലാം. റൂഹിൻ്റെ റൂഹാം പൊരുൾ യജമാൻ റാഹത്തിലാക്കിത്തരും നിജമാ. മീമിൽ തുടങ്ങുന്നു ലോകം സദാ നൂറുൽ അമീനാണ് നാരിൽ സലാം. റൂഹിൻ്റെ റൂഹാം പൊരുൾ യജമാൻ റാഹത്തിലാക്കി തരും നിജമായി. അലിവിൻ്റെ നോട്ടം അതിനിൽ നേട്ടം അതിലുണ്ട് ശിഫയെന്ന അതിർപ്പമന്ത്രം. അലിവിൻ്റെ നോട്ടം അതിൽ നിന്നിൽ നേട്ടം അതിലുണ്ട് ശിഫയെന്ന അതിർപ്പമന്ത്രം. മുറാദി 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 കരൾ കണ്ണ് കൊണ്ട് കാണും തരും നോവിൻ സ്നേഹപ്പൂക്കൾ. അലിഫിൻ കുലം കിതാബ് ആലം കലം കലാമും തെളിവായൊളിന്ത കാമിലായ തിങ്കൾ റസൂലേ 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 റസൂലേ. മീമിൽ തുടങ്ങുന്നു ലോകം സദാ നൂറുൽ അമീനാണ് നാരിൽ സലാം. ആലമിലാദ്യം അല്ല പടച്ചു മുഹമ്മദിയത്തിൻ വെളിച്ചം. ആദരവോടെ നബിയവരാദം അശകാൽ തുടങ്ങി തെളിച്ചം. പല അംബിയ നിലാക്കൾ കൽബാൽ വഹിച്ചതല്ലേ ഈ ലോകം കണ്ട സത്യം. ഇതിലാണ് ശാന്തി നിത്യം. അത് പുകൾ പിറൈந்த നൂറ് എൻ്റെ റസൂലേ സിറാജുൽ മുനീറേ സിറാജുൽ മുനീറേ. അറിയുന്നവർക്ക് നേര് അറിയാത്തവർക്ക് പോരെ ശഫാഅത്തിൻ കരം നീട്ടുമെൻ്റെ ഹബീബ് ഹുദായാസീൻ റസൂലേ ഹഖുൽ അമീനേ. صلي على نور محمد صلي على نور محمد صلي على. മീമിൽ തുടങ്ങുന്നു ലോകം സദാ നൂറുൽ അമീനാണ് നാരിൽ സലാം. നൂറ് ഇലാഹ് പോറ്റി
തോറ്റിടും ലൗഹ നിന്നെ തൗഹീദിലാക്ക് ഖൽബിന് മുന്നിൽ മുമ്പേ നടക്കും ഇൽമിൽ അള്ളിപ്പിടിക്ക് നീ നിന്റെ കൂട് വിടണം നേരിൽ ലിബാസുമിടണം ഈ നഗ്നമിഴയടക്ക് നിൻ ഉള്ളു നീ തുറക്ക് അഹദിയത്തിലമർന്ന പുണ്യദൂതരെ കാണ് സയ്യിദീ മുൻജിദീ റഹ്മത്തുൽ ലിൽ ആലമീൻ പുകളെത്ര പാടിയാലും തികയില്ല എൻ്റെ പിരിശം ശഫാഅത്തിൻ കരം നീട്ടുമെൻ്റെ ഹബീബ് ഹബീബേ 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 മീമിൽ തുടങ്ങുന്നു ലോകം സദാ നൂറുൽ അമീനാണ് നാരിൽ സലാം റൂഹിൻ്റെ റൂഹം പൊരുൾ യജമാൻ റാഹത്തിലാക്കി തരും നിജമാൻ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا أبي القاسم محمد خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون. قال الله عز وجل. فقد قال رسول الله صلى الله عليه وسلم: ذكر الأنبياء عبادة وذكر الصالحين كفارا. نبينا رسول الله نبينا رسول الله نبينا رسول الله صلى الله على محمد صلى الله عليه وسلم. ഉറപ്പിപ്പാനരുൾ കേട്ട് സ്വഹാബാക്കൾ നിലത്തെ ഉഷിർമയുൾ കൊടികളും
അണികളിൽ പിടിത്തേ മരുവാലർ വഴിക്കൊള്ള ഉടൽ നേരായി നിർത്തേ മനം മുന്തി അരികറുകൾ സ്വബുത്തിർ പോൽ കരുത്തേ തരിത്തൂടൻ സവാദിൻ്റെ ബത്വാനുമ്മൽ കളീബ തരുൾ കയ്യാൽ ഒരു കുത്ത് കൊടുത്തപ്പോൾ ഖുർബ ഒരു പോലെ നിറുത്തി പിൻ സവാദോട് ഖത്തബ ഉംബർ സ്വഫദ് പോൽ പോർ അണി വേണം അഖബ പൊരുൾ ആടൽ കണി സ്വഫ് തിടോലുണ്ട് സവാബ പൊരുൾ ആടൽ കണി സ്വഫ് തിടോലുണ്ട് സവാബ പോരീഷ ഫവായിദ തസ്റാറും വതൂബ ഉരത്താറിയ സവാദിയലം അതുക്കാവർ ജവാബ ഉളം തന്നിൽ മുറാദുണ്ടാൽ ഉരൈ മൗലൽ ഖുർബാ ഇൻഷാല്ലാ. റജീന സ്റ്റോർസ് ബദരീങ്ങളുടെ സദസ്സിൽ ഒരു മധുരം വിതരണം ചെയ്യുന്നുണ്ട്. റജീന സ്റ്റോഴ്സിൻ്റെ മുതലാളി ഹബീബായ നബിതങ്ങൾ ഇഷ്ടപ്പെട്ട ഈത്തപ്പഴം ഇവിടെ കൊടുത്തു വിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠന് ഹാർട്ട് സംബന്ധമായ ചെറിയൊരു വിഷമത്തിലാണ്. ബദരീങ്ങളുടെ ഹക്കുകൊണ്ട് ഈ മജ്ലിസിൻ്റെ ഹക്കുകൊണ്ട് അള്ളാഹു പൂർണ്ണമായും ശിഫാ കൊടുക്കട്ടെ. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ സയ്യിദന്മാരെ, സാദാത്തുക്കളെ, പ്രിയപ്പെട്ട മുത്തഅല്ലിം സുഹൃത്തുക്കളെ, ആദരണീയരായ സഹോദരങ്ങളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആദർശധീരരായ പ്രവർത്തകരെ, സ്നേഹനിധികളായ സഹോദരിമാരെ, പ്രിയപ്പെട്ട കൊച്ചനുജന്മാരെ, അനുജത്തിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും. മർഹൂം സയ്യിദ് മുത്തുക്കോയ തങ്ങൾ നഗരിൽ ഇമ്പിച്ചിക്കോയ തങ്ങൾ വർഷം തോറും നടത്തപ്പെടാറുള്ള മുഹിയുദ്ദീൻ ഷെയ്ഖിൻ്റെ ആണ്ട് നേർച്ച അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഈ വർഷവും ഒന്നിച്ച് അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടും മഹത്തുക്കളായ സയ്യിദന്മാരുടെ പൊരുത്തം പ്രതീക്ഷിച്ചുകൊണ്ടും വീണ്ടും ഒരു ആണ്ടുനേർച്ചയിൽ അഭിമുഖീകരിക്കാൻ അള്ളാഹു നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഈ ഒരുമിച്ച് കൂടിയതുപോലെ അനുഗ്രഹീതരായ സത്യവിശ്വാസികൾക്കും സന്മാർഗികൾക്കും സൃഷ്ടാവ് പടച്ചുവച്ച സുഖലോക സ്വർഗത്തിൽ ഒരുമിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകട്ടെ എന്നാത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. നമുക്കറിയാം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് പുണ്യമാക്കപ്പെട്ട 1499 ജന്മദിനം നമ്മൾ ആഘോഷിച്ചു. സത്യവിശ്വാസിയുടെ മനസ്സിലും ജീവിതത്തിലും വസന്തത്തിൻ്റെ വർണ്ണവിധാനങ്ങളും മദ്ഹ് ഗീതങ്ങളുടെ മാധുര്യവും ആത്മീയ ഘോഷയാത്രകളും സംഘടിപ്പിച്ചുകൊണ്ട്
വീണ്ടും ഒരു റബീഉ നമ്മിലേക്ക് കടന്നു വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ഒരുപാട് റബീഉൽ അവ്വലിനെയും റബീഉൽ ആഖിറിനെയൊക്കെ സ്വീകരിക്കാൻ നമുക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. സത്യവിശ്വാസികളെ, ഈ ആണ്ട് നേർച്ചയോടനുബന്ധിച്ചുകൊണ്ട് മഹത്തുക്കളായ അമ്പിയാക്കളെക്കുറിച്ചും ഔലിയാക്കളെക്കുറിച്ചും ഒരു വേദി സംഘടിപ്പിക്കുക എന്നത് വലിയ വിശാല മനസ്കതയുടെ ഒരു ലക്ഷണമാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ അള്ളാഹുവിൻ്റെ ദീനീ ചൈതന്യത്തിനു വേണ്ടിയും ആത്മീയമായ ചികിത്സകളും അതേപോലെ തന്നെ ആണ്ട് നേർച്ചകളൊക്കെ സംഘടിപ്പിക്കുന്ന നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട തങ്ങളവർകൾ, ഇമ്പിച്ചിക്കോയ തങ്ങൾ, അള്ളാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. വർഷം തോറും ഭക്ഷണമായി മരുന്ന് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മരുന്ന് എന്ന് പറഞ്ഞാൽ ഔലിയാക്കളുടെ പേരിൽ, അമ്പിയാക്കളുടെ പേരിൽ വിതരണം ചെയ്യുന്ന ഭക്ഷണം, അത് മരുന്ന് തന്നെയാണ്. നമ്മുടെ രോഗങ്ങൾക്കത് ശിഫയാണ്. സയ്യിദ് അവറുകൾ പറഞ്ഞു, ഈ വർഷത്തെ ആണ്ട് നേർച്ചയിൽ CKS ഉസ്താദ് ബദരീങ്ങളെ കുറിച്ചൊന്ന് പറയണം, ഒരു 2 മണിക്കൂർ. അൽഹംദുലില്ലാഹ്, ദിക്റുൽ അംബിയാ ഇബാദ വ ദിക്റുസ് സ്വാലിഹീന കഫാറത്തുൻ നബിയുനാ റസൂലുള്ളാഹി. സ്വലാത്ത് ആവേശം വേണം. നിങ്ങളാരെയും ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കൂല, ഇരുത്തി മുഷിപ്പിക്കൂല. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് തന്നെ നമുക്ക് പരിപാടി തുടങ്ങി ബദറും ബദരീങ്ങളെ കുറിച്ചൊന്ന് പരിചയപ്പെട്ട് ആത്മാർത്ഥമായി നമുക്ക് ദുആ ചെയ്ത് ഈ സദസ്സ് പിരിയണം. അല്ലാഹു ഭാഗ്യം തരട്ടെ. ദിക്റുൽ അംബിയാ ഇബാദ, ലക്ഷത്തിൽ പരം വരുന്ന പ്രവാചക പുങ്കവന്മാർ. നമുക്കറിയാം, മനുഷ്യോൽപത്തിയുടെ തുടക്കം കുറിച്ച് ആദിമ മനുഷ്യനെന്ന് അവകാശപ്പെടുന്ന അബുൽ ബഷർ ആദം നബി, പോരാ ഉറക്കപ്പറ, ആദം നബി അലൈഹിസ്സലാം മുതൽക്ക് മാനവികതയുടെ മനതലങ്ങളിൽ മാറ്റത്തിന്റെ മണിമന്ത്രം മുഴക്കിയ മദീനയിലെ രാജാവ് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരേക്കുമുള്ള അമ്പിയാക്കളെ കുറിച്ച് പറയലും പരിചയപ്പെടലും ഇബാദത്താണെന്നാണ്, നാം ചെയ്യുന്ന സുഹൃതങ്ങളിൽ ഒന്നാണ്. വദിക്റു സ്വാലിഹീന കഫാറത്തുൻ, ഔലിയാക്കളെ കുറിച്ച്, സ്വാലിഹീങ്ങളെ കുറിച്ച്, സജ്ജനങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ ചെറുതും വലുതുമായ പാപം പൊറുക്കാൻ അത് കാരണമാകുമെന്ന് വിശുദ്ധ റസൂൽ. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മഹത്തുക്കൾ പറഞ്ഞു, മഹാന്മാരുടെ പേര് പറയുന്നത് പോലും, ശ്രദ്ധിച്ചു കേൾക്ക്, മഹാന്മാരുടെ പേര് പറയുന്നത് പോലും ഇബാദത്താണെന്ന്. അതുകൊണ്ടല്ലേ നമ്മൾ മജ്ലിസുൻ നൂറിലും അതേപോലെ അസ്മാ ബദറിലും അല്ലേ നമ്മളെല്ലാവരും പറയാറുണ്ട്, അബുൽ മഖ്ശിവഉ നൈസും ഇയാസുൻ യസ്ദഉ ഔസുൻ അബു ശൈഖിൻ വഉ സയ്യിദും വസഅദുൻ അബ്ദുല്ലാഹ്. ചൊല്ല് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അലിഫൻ സുബൈറുൻ യുബ്രിയു സഅദും സഈദുൻ ഹാനിയു അസ്ആദു ഇമ്രാനും വഉബയ്യുൻ ഉബയ്യുൻ അബ്ദുല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇവരുടെ പേര് പറയുന്നത് പോലും
ഇബാദത്താണെന്ന്. അങ്ങനത്തെ മഹത്തുക്കളെ കുറിച്ച് കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ മഹത്വം നാം അനുഭവിക്കും. അതിൽ തർക്കമില്ല. ഈ സദസ്സിൻ്റെ നേട്ടത്തെക്കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതാ. സ്വലാത്തിൻ്റെ മന്ത്രങ്ങൾ ഉരുവിടുന്ന സദസ്സ്, തർളിയത്തിൻ്റെ മന്ത്രങ്ങൾ ഉരുവിടുന്ന സദസ്സ്, പ്രാർത്ഥിക്കുമ്പോൾ ഇഖ്ലാസോടെ ആമീൻ പറയുന്ന സദസ്സ്, 40 ആളുകൾ സംഘടിക്കുന്ന 40 പേര് സംഗമിക്കുന്ന സദസ്സിൽ അല്ലാഹു പൊരുത്തപ്പെട്ട ഒരു മഹാനുണ്ടെന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വലാത്തിന് ആവേശം വേണം. ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലന്നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. പ്രകാശകിരണത്തിൽ നിന്ന് പടച്ച റബ്ബ് സൃഷ്ടിക്കപ്പെട്ട മാലാക്കമാരും പ്രപഞ്ചത്തിന്റെ അധിപനായ അല്ലാഹുവും ഒരേപോലെ ഈ ലോകത്ത് പ്രവർത്തിക്കുന്ന ഒരു ആരാധനയുണ്ടെങ്കിൽ, ഒരു ഇബാദത്തുണ്ടെങ്കിൽ, ഒരു പ്രവർത്തനമുണ്ടെങ്കിൽ അത് മാനവികതയുടെ മനതലങ്ങളിൽ മാറ്റത്തിന്റെ മണിമന്ത്രം മുഴക്കിയ മദീനയിലെ രാജാവ്, മദീനയിലെ നേതാവ് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. സ്വലാത്ത് നമ്മൾ ചിന്തിക്കാത്ത മഹത്വം. 1-ന് 10, 10-ന് 100 ഹസനാത്തുകൾ അല്ലാഹു നൽകുന്ന, 10 ദോഷങ്ങൾ അല്ലാഹു 10 സ്വലാത്ത് കൊണ്ട് 100 ദോഷങ്ങൾ അല്ലാഹു പൊറുക്കപ്പെടുന്ന, 10 സ്വലാത്ത് കൊണ്ട് 100 ഹസനാത്തുകൾ അല്ലാഹു വാരിക്കോരി തരുന്ന, 10 സ്വലാത്ത് കൊണ്ട് കുബ്ബത്തുൽ ഖൽറായിനകത്ത് നിന്ന് 100 സ്വലാത്തുകൾ മുത്തുനബി തങ്ങൾ മടക്കി ചൊല്ലുന്ന പുണ്യമുള്ള പ്രവർത്തനം, അതാണ് സ്വലാത്ത്. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു, ഒന്ന് തർലിയത്ത് ചൊല്ല്. ഹസനുൽ ബസ്രി, ഒരു വയസ്സായ ഉമ്മ വന്നിട്ട് സങ്കടം പറയുക. ഒരു പാവപ്പെട്ട ഉമ്മ വന്നിട്ട് ഹസനുൽ ബസ്രിയോട് പറഞ്ഞു, തങ്ങളെ, ഞാൻ വല്ലാത്ത വിഷമത്തിലാണ്, വല്ലാത്ത ബേജാറിലാണ്, വല്ലാത്ത വേദനയിലാണ്. എൻ്റെ ജീവനെ പോലെ ഞാൻ സ്നേഹിച്ച എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമകള് മരണപ്പെട്ടിട്ട് നാളുകളേറെയായി. എന്തെന്നറിഞ്ഞൂടാ, എനിക്കെൻ്റെ മോളെ ഒന്ന് കാണാൻ അത്യധികം ആഗ്രഹമുണ്ട്. അങ്ങെന്തെങ്കിലും ഒരു ദിക്ർ എനിക്ക് പറഞ്ഞു തരുമോ? മരണപ്പെട്ട മകളെ മനാമിലൊന്നു കാണാൻ, സ്വപ്നത്തിലൊന്ന് ദർശിക്കാൻ, കിനാവിലൊന്നു കാണാൻ, അതിനുള്ള എന്തെങ്കിലും ഒരു മന്ത്രം ജപിക്കാൻ ഒരു ദിക്ർ എനിക്ക് പറഞ്ഞു തരുമോ എന്ന് ഹസനുൽ ബസ്രിയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് വാർദ്ധക്യത്തിലെത്തിയ വയസ്സായ ഉമ്മ വന്ന് സങ്കടം പറയുമ്പോൾ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ, ഈ ദിക്ർ നിങ്ങൾ അങ്ങനെ ചൊല്ലിക്കോളി, മരണപ്പെട്ട മകളെ സ്വപ്നത്തിൽ കാണാന്ന് പറഞ്ഞു. അർദ്ധരാത്രിക്ക് ഉമ്മ ഈ ദിക്ർ ഇങ്ങനെ ചൊല്ലി 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 ഉറക്കത്തിലേക്ക് വഴുതി വീണു. ആ ഉറക്കത്തിൽ ഒരു സ്വപ്നത്തിൽ തൻ്റെ പ്രിയപ്പെട്ട മകള് കടന്നു വരുന്നു. എങ്ങനെയാണെന്നറിയോ? എങ്ങനെയാ സ്വപ്നത്തിൽ കാണുന്നതെന്നറിയോ? കൈകാലുകൾ ബന്ധിക്കപ്പെട്ടവളായി അദാബിന്റെ ആഴത്തിൽപ്പെട്ട്, അദാബിന്റെ കുരുക്കിൽപ്പെട്ട് വീർപ്പ് മുട്ടുന്ന മകളെ ആ ഉമ്മ സ്വപ്നത്തിൽ കണ്ടപ്പോ പെട്ടെന്ന് ഉറക്കിൽ നിന്ന് ഞെട്ടി ഉണർന്നു. ഉമ്മ അലമുറയിട്ട് ഉമ്മ കരഞ്ഞു, പടച്ചോനെ, എൻ്റെ മകള് അദാബിലാണല്ലോ. അതിരാവിലെ തന്നെ ഹസനുൽ ബസ്രിയുടെ അടുത്ത് ചെന്ന് സങ്കടം പറയുക, ബഹുമാനപ്പെട്ടവരെ, ഞാൻ ആ ദിക്ർ ചൊല്ലിയപ്പോൾ മരണപ്പെട്ട മകളെ ഞാൻ സ്വപ്നത്തിൽ ദർശിച്ചു. എൻ്റെ മകള് അദാബിന്റെ കുരുക്കിൽപ്പെട്ട് വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടപ്പോൾ എനിക്ക് തോന്നി കാണേണ്ടിയിരുന്നില്ലാന്ന്, കണ്ടപ്പോൾ എനിക്ക് തോന്നി കാണേണ്ടിയിരുന്നില്ലാന്ന്.
എൻ്റെ മകളെ അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ അങ്ങൊന്ന് പ്രാർത്ഥിക്കുമോ ഹസനുൽ ബസരി? ബഹുമാനപ്പെട്ട ഹസനുൽ ബസരിയുടെ മനസ്സ് വേദനിച്ചു ഉമ്മാന്റെ കരച്ചിൽ കണ്ടിട്ട്. അങ്ങനെ ആ മനസ്സിൽ വേദന വെച്ചുകൊണ്ട് കിടന്നുറങ്ങി ഹസനുൽ ബസരി. ആ ഉറക്കത്തിലുണ്ട് മരണപ്പെട്ട പെൺകുട്ടി സ്വപ്നത്തിലേക്ക് കടന്നു വരുന്നു. എങ്ങനെയെന്നറിയോ? സ്വർണ്ണ കിരീടം ചൂടിയിട്ട് സ്വർണ്ണ സിംഹാസനത്തിലിരുന്നിട്ട് ആ പെൺകുട്ടി അനുഗ്രഹത്തിലൂടെ അള്ളാഹുവിൻ്റെ സുഖലോക സ്വർഗത്തിൻ്റെ അനുഗ്രഹാനുഭൂതികൾ ആസ്വദിച്ചുകൊണ്ട് സ്വർഗീയ ആരാമത്തിൽ ഉല്ലസിക്കുന്ന രംഗം ഹസനുൽ ബസരി കാണുകയാണ്. അത്ഭുതത്തോടെ ചോദിച്ചു, മോളെ, ഇന്നലെ നീ അദാബിലായിരുന്നു, ഇന്ന് നീ സ്വർഗീയ അലങ്കാരങ്ങളിലാണ്, സ്വർഗീയ അനുഗ്രഹങ്ങളിലാണ്. എന്തേ കാരണം? എന്തേ ഇങ്ങനെ പറ്റാൻ കാരണോ? എന്തെങ്ങനെ പെട്ടെന്ന് പരീക്ഷണത്തിൽ നിന്ന്, അദാബിൽ നിന്ന്, കഠോരമായ ശിക്ഷയിൽ നിന്ന് പടച്ച തമ്പുരാൻ നിനക്ക് മുക്തി നൽകാനുള്ള കാരണം എന്തേ? ഹസനുൽ ബസരിയോട് പറയുന്നു, കിടക്കുന്ന മഖ്ബറ തൊട്ടടുത്ത് നടന്നു പോയി ആരോ ഒരൊറ്റ സ്വലാത്ത് ഹദിയ ചെയ്ത് പോയി. ശ്രദ്ധിക്ക്, കിടക്കുന്ന മഖ്ബറ തൊട്ടടുത്ത് നടന്ന് പോയി ആരോ ഒരൊറ്റ സ്വലാത്ത് ഹദിയ ചെയ്ത് പോയി. അതിൽ നിന്ന് തന്നെ വന്ന് കിട്ടി നജാത്ത്. സുഹൃത്തുക്കളെ അത് കൊണ്ട് ചൊല്ലു സ്വലാത്ത്. സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. പടച്ചവനെ, ഞങ്ങൾ ഇപ്പോൾ ഇവിടെ വെച്ച് ചൊല്ലിയ 3 സ്വലാത്തുകൾ 300ഉം അതിലധികവും സ്വലാത്തുകൾ ഞങ്ങൾ ഈ സദസ്സിൽ വെച്ച് ചൊല്ലിയിട്ടുണ്ട്. ഈ സ്വലാത്തിൻ്റെ ഹക്ക് കൊണ്ട് നീ ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങളുടെ ശരീരത്തുള്ള സർവരോഗത്തിനും ശിഫ നൽകണേ അല്ലാ. ഇനിയൊരു ഹാർട്ട് അറ്റാക്ക് ഞങ്ങൾക്ക് തരരുതേ അല്ലാ. ബൈപ്പാസ് സർജറിയിൽ നിന്ന്, ബലൂൺ സർജറിയിൽ നിന്ന്, ആൻജിയോപ്ലാസ്റ്റിൽ നിന്ന്, ആൻജിയോഗ്രാമിൽ നിന്ന് നീ ഞങ്ങളെ കാത്ത് രക്ഷിക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് മുഅ്മിനീങ്ങളെ, നമുക്ക് ബദരീങ്ങളുടെ ചരിത്രം എന്താണ്, ബദർ ഉണ്ടാകാനുള്ള കാരണം, 3 കണ്ടന്റുകൾ മാത്രമേ എന്ന് പറയൂ. ശ്രദ്ധിക്ക്, എന്താണ് ബദർ ഉണ്ടാകാനുള്ള കാരണം, എവിടെ വെച്ചാണ് ബദർ സംഭവിച്ചത്, 2. മൂന്നാമത്തത്, ബദറിൽ വെച്ച് എന്തൊക്കെ അത്ഭുതങ്ങളാണ് ഉണ്ടായത്. ഈ 3 കാര്യങ്ങൾ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ പിരിയാം. കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്നപ്പോൾ നിങ്ങളെല്ലാവരും സജീവമായ സഹകരണം ഉണ്ടായിരുന്ന ആളുകളാണ്. അൽഹംദുലില്ലാഹ്, ഈ വർഷവും നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കാനുള്ള സന്മനസ്സോടെയാണ് ഈ ഇരിക്കുന്നത്. റഹ്മാനായ റബ്ബ് ഈ ഇരിക്കുന്ന ഓരോ സെക്കൻഡും, ശ്രദ്ധിക്കുക, ഓരോ സെക്കൻഡും നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഇതിൻ്റെ പ്രതിഫലം അല്ലാഹു വാരി കോരി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്ന് ആമീൻ പറ. അല്ലാഹു വാരി കോരി തരട്ടെ. നമുക്ക് പരിപാടി തുടങ്ങല്ലേ? നിങ്ങളൊക്കെ റെഡിയല്ലേ? ഇൻഷാ അല്ലാഹ്. ബദർ യുദ്ധ
കാളം തന്നിൽ പടവെട്ടി വിജയിച്ച ബഹുമാന ശുഹദാ ബദരീങ്ങളെ ബദർ യുദ്ധ കാളം തന്നിൽ പടവെട്ടി വിജയിച്ച ബഹുമാന ശുഹദാ ബദരീങ്ങളെ ഇസ്ലാമിൽ ഉയർമാലും കൊടുത്തുള്ള ഉദികത്തും ഇസ്ലാമിൽ ഉയർമാലും കൊടുത്തുള്ള ഉചിതപ്പോർ പോലികളാം ശുഹദാക്കളെ ബദർ യുദ്ധ കാളം തന്നിൽ പടവെട്ടി വിജയിച്ച ബഹുമാന ശുഹദാവുൽ ബദരീങ്ങളെ ഖുദ്റത്തുടയോനും കൽപ്പിച്ചു ഗുണത്വാഹ റസൂലിനെ സ്നേഹിച്ചു പതറാതെ തൗഹീദ് മുന്തിച്ചു സത്യപാന്താവിൽ വീരത്വം കാണിച്ചു ഖുദ്റത്തുടയോനും കൽപ്പിച്ചു ഗുണത്വാഹ റസൂലിനെ സ്നേഹിച്ചു പതറാതെ തൗഹീദ് മുന്തിച്ചു സത്യപാന്താവിൽ വീരത്വം കാണിച്ചു മാലക്കുകൾ ആകാശത്തിൻ നിറങ്ങി നിറവായി ആടരാടിയ ശുഹദാക്കളെ ബദർ യുദ്ധ കാളം തന്നിൽ പടവെട്ടി വിജയിച്ച ബഹുമാന ശുഹദാവുൽ ബദരീങ്ങളെ പ്രിയപ്പെട്ടവരെ, ബദർ എന്ന് കേൾക്കുമ്പോൾ വിശ്വാസികളായ ആളുകളുടെ മനസ്സ് ആവേശം കൊണ്ട് അലതല്ലാറുണ്ട്. എന്തേ കാരണോ? ശ്രദ്ധിക്കുക. വളരെ ചെറുപ്രായത്തിൽ തന്നെ അൽ അമീൻ എന്ന ബഹുമതി സ്വീകരിച്ച പ്രവാചകനാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. പറയുന്ന കാര്യം നേരെ ശ്രദ്ധിക്കണം. ഈ കാലഘട്ടത്തിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട്, ഈ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് മുമ്പിൽ അഭിമാനത്തോടുകൂടെ വിശദീകരിക്കാൻ പറ്റുന്ന ചരിത്രങ്ങളാണ്, സീറകളാണ് യുദ്ധചരിത്രങ്ങൾ. ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ പറയുന്ന കാര്യം. എന്തേ കാരണോ? പരിശുദ്ധ ഇസ്ലാമിനെ ഇന്ന് ലോകം തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിമിൻ്റെ പേര് വന്നാൽ ഭീകരവാദിയും തീവ്രവാദിയും, അത് ഏത് മേഖലയാണെങ്കിലും. നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണല്ലോ, നിങ്ങൾക്കറിയാലോ. ജിഹാദികളായി മാറുകയാണ്, യുദ്ധ കൊതിയന്മാരായി മാറുകയാണ്. ഭീകരവാദികളും തീവ്രവാദികളും ചാപ്പ കുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ ബദർ സംഭവിച്ചു, ഉഹദ് സംഭവിച്ചു, ഖൈബർ സംഭവിച്ചു, ഫതുഹ് മക്ക സംഭവിച്ചു, ഫതുഹ് ഷാം സംഭവിച്ചു. ഇങ്ങനെ ചരിത്രത്തിൽ ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ ബദർ നടക്കാനുള്ള കാരണം എന്തേ? നമ്മുടെ കുട്ടികളോട്, അവരൊക്കെ ചരിത്രവുമായി വളരെ ബന്ധമുള്ള ആളുകളാണെങ്കിലും ഇസ്ലാമിക ചരിത്രവുമായിട്ട് നമ്മുടെ മക്കൾ, നമ്മുടെ പേരക്കുട്ടികൾ, പുതുതലമുറകൾ ഇതിൽ നിന്ന്, ഈ ചരിത്രങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ടിരിക്കുക. അവർക്കൊന്നും ചരിത്രം പഠിക്കാനും പഠിപ്പിക്കാനും ഉള്ള അവസരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. എൻ്റെ ഇന്ന് ഭൗതികമായ വിദ്യാഭ്യാസത്തിൻ്റെ പിന്നിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ
മതപരമായ വിദ്യാഭ്യാസം കൊടുക്കാൻ ഞാനും നിങ്ങളും മറന്നുപോകുന്നു. മുഅ്മിനീങ്ങളെ ശ്രദ്ധിച്ചു കേൾക്ക്. ബദറുണ്ടാകാനുള്ള കാരണം എന്തേന്ന് ചോദിച്ചാൽ നമ്മുടെ മക്കൾക്ക് മറുപടി ഇല്ല. ആ മറുപടി ഞാൻ അങ്ങോട്ട് പറയാം. അൽ അമീൻ എന്ന് അറബികൾ മഹത്വവൽക്കരിച്ചുകൊണ്ട് പറഞ്ഞിരുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40-ാമത്തെ വയസ്സിൽ നുബൂവത്ത് കൊണ്ട് അല്ലാഹു തആല ആദരിച്ചു. കലിമത്തു ഷഹാദയുടെ പ്രചരണ പ്രവർത്തനത്തിനുള്ള സമയമെടുത്തു. മക്കയിലെ പ്രമുഖരായ നേതൃത്വം അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി, ഉത്ബത്തിനെ പോലെ, ശൈബത്തിനെ പോലെ, വലീദിനെ പോലെ, നളറിനെ പോലെ, അഖബത്ത് ബിൻ അബി മുഅയ്ത്തിനെ പോലുള്ള ഇസ്ലാമിന്റെ വദ്ദവൈരികളും കൊടിയ ശത്രുക്കളുമായ അറേബ്യൻ തമ്പുരാക്കന്മാർ, ഖുറൈശ് പ്രമുഖന്മാരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കായുടെ മലഞ്ചെരുവിലേക്ക് വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളോട് പറയാനാ ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയത്. ആവേശത്തോടെ ഖുറൈശികൾ ഒന്നടങ്കം പുന്നാര നബി തങ്ങളോട് പറഞ്ഞു, മുഹമ്മദേ, എന്താ ഞങ്ങൾ അറിയിക്കാനുള്ള കാര്യങ്ങൾ, എന്താ ഞങ്ങളോട് പറയാനുള്ള കാര്യം? ഉടനെ തന്നെ പുഞ്ചിരിച്ചുകൊണ്ട് പുന്നാര നബി തങ്ങൾ ചോദിച്ചു, അറബികളെ, ഖുറൈശി പ്രമുഖരെ, ഞാൻ നിങ്ങളോട് ഗൗരവമുള്ളൊരു വിഷയം പറയാൻ ഇവിടേക്ക് ക്ഷണിച്ചു വരുത്തിയ കാരണം എന്താണെന്നറിയോ? ഇങ്ങോട്ട് നോക്ക്. ഈ കാണുന്ന ചെങ്കുത്തായ പർവ്വതത്തിന്റെ മറുഭാഗത്ത് നിന്ന് നിങ്ങളെ ആക്രമിക്കാൻ, നിങ്ങളെ തോൽപ്പിക്കാൻ, നിങ്ങളെ കൊന്നൊടുക്കാൻ, നിങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ആയോധന മുറകൾ അറിയുന്ന 18 പടയായുധങ്ങളുമായി പടക്കളത്തിൽ പരിജ്ഞാനം നേടിയ ധിക്കാരികളും തമ്മാടികളുമായ ഒരു പറ്റം പട്ടാളക്കാര് നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കോ? അറബികൾ ഒന്നടങ്കം പറഞ്ഞു, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, മറക്കണ്ട. അവിടത്തെ കളവ് പറയാത്ത നാവ് കൊണ്ടങ്ങനെ പറഞ്ഞാൽ ഞങ്ങളത് വിശ്വസിക്കുക മാത്രമല്ല, ആ പട്ടാളത്തെ പരാജയപ്പെടുത്താനുള്ള മാർഗങ്ങൾ ഞങ്ങൾ സ്വീകരിക്കും. ആ പട്ടാളവുമായി ഏറ്റുമുട്ടാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഞങ്ങൾ ആവിഷ്കരിക്കും. അതുകൊണ്ട് പറ, അങ്ങനെ ഒരു പട്ടാള വ്യൂഹം പുറപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അറബികളെ, നിങ്ങളെ ആക്രമിക്കാൻ ഈ പർവ്വതത്തിന്റെ മറുഭാഗത്ത് നിന്ന് ആരും വരുന്നില്ല. നിങ്ങളെ ആക്രമിക്കാൻ ഒരു സംഘവും ഒരു സൈന്യവും വരുന്നില്ല. മറിച്ച് ഞാനൊരു സത്യത്തിന്റെ സന്ദേശം നിങ്ങൾക്ക് പറയാൻ പോവാ. ഞാനൊരു സമാധാനത്തിന്റെ മന്ത്രം നിങ്ങളെ പഠിപ്പിക്കാൻ പോവാ. ഞാനൊരു ശാന്തിയുടെ മന്ത്രം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒന്നുറക്കെ പറഞ്ഞേ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. മുത്ത് നബി ചാരേ ഇഷ്ടക്കടൽ തീരെ ചെന്ന് കോതി തീരെ കാണാൻ വിധിക്കല്ലാഹ് പച്ചവീരി ചുള്ള പിച്ചകപ്പൂന്തോപ്പിൽ സ്വച്ഛന്തം പൂന്തേൻ നുകരാൻ വിധിക്കല്ലാഹ്. ഇഷ്ടക്കടൽ തീരെ ചെന്ന് കോതി തീരെ കാണാൻ വിധിക്കല്ലാഹ് പച്ചവീരിച്ചുള്ള പിച്ചകപ്പൂന്തോപ്പിൽ സ്വച്ഛന്തം പൂന്തേൻ നുകരാൻ തുണയ്ക്കല്ലാഹ്. പുന്നാര നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആക്രമിക്കാൻ ആരും വരുന്നില്ല. മറിച്ച് ഞാനൊരു സത്യത്തിന്റെ സന്ദേശം പരിചയപ്പെടുത്തുക. ഈ പ്രപഞ്ചത്തിന്റെ അധിപൻ ഏകനായ അല്ലാഹുവ, ആകാശത്തിന്റെ സൃഷ്ടാവ്,
ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടിപ്പുകാരൻ ഏകനായ റബ്ബാണ്. അത് നിങ്ങൾ അംഗീകരിക്കണം. വൃക്ഷങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റൂല, ഉപദ്രവിക്കാൻ കഴിയൂല. കളിമണ്ണുകൊണ്ട് മനുഷ്യനിർമ്മിതമായ ബിംബങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയൂല. സൂര്യന് നിങ്ങളെ സഹായിക്കാൻ പറ്റൂല, ചന്ദ്രന് നിങ്ങളെ സഹായിക്കാൻ പറ്റൂല. ഈ ശക്തികളിലൊക്കെ പിന്നിലൊരു ശക്തിയുണ്ട്, അതാണ് ഏകനായ അല്ലാഹു. അത് നിങ്ങൾ വിശ്വസിക്കണോ? മാത്രമല്ല, ആ അല്ലാഹുവിന്റെ അവസാനത്തെ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അത് ഞാനാണ്. അത് നിങ്ങൾ അംഗീകരിക്കണം, വിശ്വസിക്കണം. അതാണ് സത്യം, അതാണ് സത്യം. കേൾക്ക്. അത്ര നേരം അൽ അമീൻ എന്ന് വിളിച്ച ആളുകൾ അള്ളാഹുവിന്റെ റസൂലിന് നേരെ ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്. എത്രത്തോളം എന്ന് വെച്ചാൽ പടച്ച തമ്പുരാന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് സുജൂദിൽ കിടക്കുന്ന പുന്നാര നബി തങ്ങളുടെ പവിത്രമായ പരടിയിലേക്ക് ആഴ്ചകൾക്ക് മുമ്പ് അറത്തിട്ട ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന കൊടൽമാലകൾ കൊണ്ടുവന്ന് ചാർത്തിയത് ചരിത്രത്തിൽ നമുക്ക് പഠിക്കാം. പുന്നാര നബി തങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടപ്പോ അവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം സംജാതമായപ്പോൾ മക്കയോട് കണ്ണുനീരോടെ യാത്ര പറഞ്ഞുകൊണ്ട് മദീനയിലേക്ക് പലായനം ചെയ്തു പരിശുദ്ധ റസൂൽ. മദീനക്കാർ മുത്തുനബി തങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. അലൈനാ വജബ ശുക്രു അലൈനാ. പേടിക്കേണ്ട പാട്. റസൂലുള്ള ഇതൊന്ന് കേൾക്കട്ടെ. നമ്മുടെ ഈ സന്തോഷകരമായ സദസ്സ് മദീനയിൽ നിന്ന് മുത്തുനബി തങ്ങളൊന്ന് കാണട്ടെ, ഇതൊക്കെ ഒന്ന് കേൾക്കട്ടെ. ഉറക്ക ചൊല്ലിക്കോ ആവേശത്തോടെ. യാ നബി യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ്. അൽഹംദുലില്ലാഹ്. മദീനയിലെത്തുമ്പോൾ പുന്നാര നബി തങ്ങൾ പ്രമുഖരായിരിക്കുന്ന സ്വഹാബത്തുമായി മദീനയിൽ ചർച്ച നടത്തിയിട്ട് പണി തീർത്ത പ്രഗൽഭമായിരിക്കുന്ന മസ്ജിദിൽ നിന്ന് പ്രധാനമായ മസ്ജിദാണ് മസ്ജിദുൽ നബവി. ഏതാ പള്ളി? മസ്ജിദുൽ നബവി അല്ലേ? മദീനയിൽ ഒരു പള്ളി നിർമ്മിച്ചു. ആ പള്ളിയിൽ പുന്നാര നബി തങ്ങൾ സത്യവും അസത്യവും വേർതിരിച്ചു പരിചയപ്പെടുത്തി. സമാധാനത്തിന്റെ മന്ത്രങ്ങൾ ഉരുവിട്ട് പരിചയപ്പെടുത്തി. ഫിഖ്ഹിന്റെ മസ്അലകൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു പരിജ്ഞാനരാക്കി. ഇങ്ങനെ ഖുർആനിന്റെ വിശുദ്ധമായ വചനങ്ങൾ മുത്തുനബി തങ്ങൾ പരിചയപ്പെടുത്തി. നേരെ ശ്രദ്ധിക്കുക. അങ്ങനെ മദീനയിൽ സന്തോഷത്തോടെ കഴിയാണ്. മക്കയിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ മദീനയിലേക്ക് പലായനം ചെയ്ത മുത്തുനബി തങ്ങൾ ആ മദീനയിൽ കഴിഞ്ഞുകൂടുമ്പോൾ അവിടെയും സ്വസ്ഥതയും സമാധാനവും സ്വൈര്യവും കൊടുക്കാതെ വീണ്ടും ആക്രമണ മനോഭാവത്തോടുകൂടെ മക്കക്കാര് കച്ചകെട്ടിയിറങ്ങിയിട്ട് മദീനയെ ആക്രമിക്കാൻ തയ്യാറായപ്പോഴാണ് ഇസ്ലാമിന്റെ ആദ്യത്തെ സമരം ബദർ ചരിത്രം നടക്കുന്നത്. ബദർ സമരം നടക്കുന്നത്. ആ ബദറിന്റെ കാരണം, ആ ബദരീങ്ങളെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യം കാരണവും പറയാം. ബദരീങ്ങള് അള്ളാഹു അവർക്ക് കൊടുത്ത നേട്ടം എന്തൊക്കെയാ? നേരെ ശ്രദ്ധിച്ച് കേട്ടോണേ, നേരെ ശ്രദ്ധിച്ച് കേട്ടോണേ.
ബാർത്തും മുത്തണി കോട്ടത്താശ തിരുതരുൾ മഹമൂദർ നബി വാശും നേ ബാഷ്കയും പരിശൈത്താരും കൂടേതിനും മാർഗവും വളർ വീശും നേ തീർത്ഥം പുക്കനില സുഖം കൊണ്ടാരികോരും ദീനമാദം പേശും നേ തീരത്തിൽ ഖിതാലിൻ്റെ ആയത്താനതും തിരുനബിക്കിറങ്ങി വന്നേ പോർത്താനെ നെടിൽ കോട് തോകകളും മറ്റും പോർമാനം ഒരുക്കിക്കൂട്ടേ പൂവിൽ ദിന്നടത്താൻ സ്വഹാബിടുത്തേറ്റം പുകളോരെ ജയങ്ങൾ കിട്ടി കീർത്തിക്കാറ്റടിച്ച് ബൻകാന കുറേശികൾ കിടുകിടുത്തുള്ളമും ഞെട്ടി കേൾക്കാതൽ ഉരത്തെ തരുൾക്കിയാടി പേർകൾ കീണൂതം പൂടിക്കപ്പെട്ടേ അവർ കുറേശ്ശേ തിഹാമി കാവാഫീരിൻ പെരുപമ്പും പകകൾ കൊണ്ടേ പെരിയോൻ തൻ കാലമാലും തോതൽ ഹദീസാലും തിരിത്തേറ്റം ഉലമോർബിണ്ടേ പടിയെങ്കും നേരം ദേശൂജാറപ്പും പോർ പകതീരും മകകൾ കൊണ്ടേ പതിയൊമ്പുൽ ഹൂറാവിലുള്ളവർ മുഖമായി പരനാവൻ അമൈത്തില്ലണ്ടേ. ശ്രദ്ധിച്ചോണേ സഹോദരന്മാരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ലക്ഷക്കണക്കിന് വരുന്ന പ്രമുഖരായിരിക്കുന്ന പ്രവാചകന്മാരെ അല്ലാഹു തആല ഈ ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. ലക്ഷക്കണക്കിന്, 1,24,000 അഭിപ്രായമുണ്ട്, 2 ലക്ഷത്തിൻ്റെ പുറത്താണെന്ന് അഭിപ്രായമുണ്ട്. ഏതോ ആകട്ടെ, ലക്ഷക്കണക്കിന് വരുന്ന പ്രവാചക പുങ്കവന്മാരെ പടച്ച തമ്പുരാൻ ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. എനിക്കിരിക്കാനുള്ള കൊടുക്കും, ഉമ്മറിനിരിക്കാനുള്ള സൗകര്യം ചെയ്യേ. ലക്ഷക്കണക്കിന് വരുന്ന പ്രവാചകൻ, നേരെ ശ്രദ്ധിച്ച് കേൾക്ക്. എത്ര പ്രവാചകന്മാര്? ആ പ്രവാചകന്മാരിൽ നിന്ന് എല്ലാ പ്രവാചകന്മാർക്കും ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. ശ്രദ്ധിച്ചു കേൾക്ക്, എതിരാളികൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഞാനൊരു കാര്യം പറയാം, ഞങ്ങൾ മറുപടി പറയണം. മൂസ നബി അലൈഹിസ്സലാമിൻ്റെ മൂസ നബിയുടെ ശത്രുവിൻ്റെ പേരൊന്ന് പറഞ്ഞേ സദസ്സെന്ന്. കേട്ടില്ല? ആരാ? ഫിറഔൻ അല്ലേ? സദസ്സിനോട് ഞാനൊരു കാര്യം ചോദിക്കുക, നിങ്ങളൊക്കെ ഓഡിയൻസ് ആയിട്ട് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുക, ഞാനിവിടെ നിന്ന് ഭയങ്കര പ്രഭാഷണം ഇങ്ങനെ നടത്തുക, അങ്ങനത്തെ ഒരു വേദിയായിട്ട് ഇതിനെ കാണരുത്. ഞാൻ എൻ്റെ പ്രഭാഷണത്തിൻ്റെ പ്രൗഢി തെളിയിപ്പിക്കാനല്ല ഈ സദസ്സിൽ വന്നിരിക്കുന്നത്. നിങ്ങളോടൊപ്പം ഒന്നിച്ചിരുന്ന് തറളിയത്ത് ചൊല്ലാൻ, സ്വലാത്ത് ചൊല്ലാൻ, അള്ളാഹുവിൻ്റെ ദീന് പറയാൻ, ആത്മാർത്ഥമായി റബ്ബിനോട് ദുആ ചെയ്ത് ആമീൻ പറയാൻ, അതിനാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതുകൊണ്ട് ചോദിക്കണേ, നിങ്ങൾ മറുപടി പറഞ്ഞ കൂലി ഉറപ്പാണ്. ഞാൻ ചോദിക്കട്ടെ, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി, രണ്ടിൻ്റെ പേര് കേൾക്കുമ്പോഴും നമ്മൾ ഉറക്ക ലഅനത്ത് ചൊല്ലണം കേട്ടോ. എന്നാൽ ഞാൻ ചോദിക്കുന്നു, ഏറ്റവും വലിയ കിബർ ഇബ്ലീസിനാണോ അതോ ഫിർഔനിനാണോ എന്ന് ഞാൻ ചോദിച്ചാ, സദസ്സിലുള്ള ആരെങ്കിലും ഒരാളൊന്ന് മറുപടി പറഞ്ഞേ. കേട്ടില്ല? പറയണത് ഉറക്കെ പറയണം. ഇബ്ലീസിനാണോ കിബർ കൂടുതൽ, ഫിർഔനിനാണോ കിബർ കൂടുതൽ എന്ന ചോദ്യം. ഇബ്ലീസിന് എന്ന് കുറെ ആൾ പറഞ്ഞു, ഫിർഔനിന് എന്ന് കുറെ ആൾ പറഞ്ഞു. എന്നാൽ ഞാൻ ആൻസർ പറഞ്ഞുതരാം. കിബറിൽ ഏറ്റവും ഗൗരവമുള്ള കിബർ ഇബ്ലീസിനല്ല, മറിച്ച് ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി.
എന്താ CK ഉസ്താദെ അങ്ങനെ നിങ്ങൾ പറയാനുള്ള കാരണോ? പറഞ്ഞുതരാം. ഇബിലീസ് പറഞ്ഞ എന്താണെന്നറിയോ? മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആദമിന്റെ മുമ്പിൽ തീ കൊണ്ട് പടക്കപ്പെട്ട ഞാൻ സുജൂദ് ചെയ്യൂലാന്നാ. അല്ലേ അല്ലേ? അതെ. എന്നാ ഫിറഔന് പറഞ്ഞ എന്താണെന്നറിയോ? അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് ഈ ലോകത്തെ പടച്ച അള്ളാഹു, അള്ളാഹിനെക്കാളും വലിയ അള്ള ഞാനാണെന്ന് പറഞ്ഞത് ഫറോവയാണ്. അല്ലേ? അതുകൊണ്ട് തന്നെ ആ ഫിറഔനിന്റെ പേര് കേൾക്കുമ്പോ ലഅനത്തുല്ലാഹി അലൈഹി എന്നൊക്കെ പറയണം. ഹബീബായ നബി തങ്ങൾ പറയാ, ഈ പ്രപഞ്ചത്തിലേക്ക് ഭൂജാതരായ എല്ലാ പ്രവാചകന്മാർക്കും ശത്രുക്കളുണ്ട്, എതിരാളികളുണ്ട്, അവർക്കെതിരെ വില്ലന്മാരുണ്ടായിട്ടുണ്ട്. എന്നാൽ ഏറ്റവും കഠോരമായ ഫിറഔനിനേക്കാളും വലിയ ശത്രു, എതിരാളി, അതെന്റെ ശത്രുവായ അബൂജഹൽ. ഉറക്കെ പറ, അബൂജഹൽ. അത്രയ്ക്ക് കടുത്ത ശത്രുവായിരുന്നു അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി. ഈ അബൂജഹലിന്റെ അധപതനത്തിന്റെ ചരിത്രം പറയുന്നതും കേൾക്കുന്നതും ശ്രദ്ധിച്ചോ? കേൾക്കുന്നതും പറയുന്നതും കൊടിയോനെ കൊല്ലത്തെ ഗസവത്തുല്ലം കുവലൈ കെട്ടിടുവോർക്കാമേ കോനാവൻ പോറുക്കും ഇളാണ്ട പിഴയുണ്ട് കൂറിനർ അലമതാമേ. കൊടിയോനെ കുലത്തെ ഗസവത്തുല്ലം കുവലൈ കെട്ടിടുവോർക്കാമേ കോനാവൻ പോറുക്കും ഏളാണ്ട പിഴയുണ്ട് കോറിനർ അലമതാമേ. ഈ ചരിത്രം പറയുന്നതും കേൾക്കുന്നതും സയ്യിദ് എംബിച്ചിക്കോയ തങ്ങൾ വർഷം തോറും നടത്തപ്പെടാറുള്ള ആണ്ട് നേർച്ചയോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഈ ബദരീങ്ങളുടെ സദസ്സ്, ഇതിൽ പങ്കെടുത്ത ആളുകൾ, ഇത് പറഞ്ഞ ആളുകൾ, ഈ ചരിത്രം കേട്ട ആളുകൾക്ക് 7 കൊല്ലത്തെ പാപം പൊറുക്കാൻ, എത്രയൊന്ന് പറഞ്ഞേ, 7 കൊല്ലത്തെ പാപം പൊറുക്കാൻ ഈ സദസ്സും ഈ സംഗമവും കാരണമാകുമെന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധ റസൂൽ सबसे आला व औला हमारा नबी, सबसे ऊंचा व ऊंचा हमारा नबी, मकीनो मकान हमारे लिए, जमीनों जमान तुम्हारे लिए, सबसे आला व औला हमारा नबी. എല്ലാ അനുഗ്രഹങ്ങളുടെയും എല്ലാ അത്ഭുതങ്ങളുടെയും എല്ലാ ഉദാരങ്ങളുടെയും പ്രഥമ നിദാനമായി പടച്ച തമ്പുരാൻ ഒരുക്കി തയ്യാറു ചെയ്ത ലോകത്തിൻ്റെ ആത്മീയ നായകനെ, അണ്ടകടാഹത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ കാരണഭൂതരായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ മുഹമ്മദ് മുസ്തഫ. ഇനി കേൾക്ക്. ഖാലിസായ കരുത്ത് കൊണ്ട് വിളിത്ത് മൻബദരീങ്ങളാ, ഹാളിറുണ്ടവിടത്തിലും തന്മുറാദ് പോൽ ക്ഷണം ഹാസിലായി, പേർക്ക് വിലായത്തെ തിമുഫല്ലലാം വലിയാക്കളായി, വീട്ടുറാഹിമയൻ കൊതി ബദരീങ്ങളെ വളർ ിനാൽ സാരിയാൽ ഗുണമെത്തി വയ്യെ എടുത്തതില്ല കൈ സത്യം, സയ്യിദി ശിഫതായനിൽ ബദരീങ്ങളെ പുകള ഹക്കിനാൽ.
ആരിഫാം വലിയാക്കളിൽ ചിലറുണ്ണി രോഗികൾ രഹസ്യത്തിലെ അംഗകൈകളുമെത്തവർ അസ്മാക്കളാൽ ശിഫ തേടലിൽ സാരിയാൻ ഗുണമെത്തി എടുത്തതിൽ ലക്കൈ സത്യം ചെയ്തി ശിഫതായനിൻ പതിരീങ്ങളെ പുകൾ ഖാലിസായ കരുത്ത് കൊണ്ട് വിളിത്ത് മൻബദിരീങ്ങളാൽ ഖാലിസായ കരുത്ത് കൊണ്ട് വിളിത്ത് മൻബദിരീങ്ങളാൽ ഹാളിറുണ്ട് വിടത്തിലും തന്മുറാദ് പോൽ ക്ഷണം ഹാസിലായി. ശ്രദ്ധിച്ചോണേ, മനസ്സ് വേദനിച്ചിട്ട്, മനസ്സ് പൊട്ടിയിട്ട്, പ്രതീക്ഷയില്ലാത്ത സമയത്ത് ശ്രദ്ധിക്ക്, അള്ളാഹുവിൻ്റെ സഹായമല്ലാതെ മറ്റൊരു സഹായമില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് തറപ്പിച്ചുകൊണ്ട് ബദിരീങ്ങളെ തവസ്സുല് ചെയ്ത ബദിരീങ്ങളെ ഒരു വിളി വിളിച്ചാൽ ഹാളിറുണ്ട വിടത്തിനും തന്മുറാദ് പോൽ ക്ഷണം ഹാസിലായി. ഇഖ്ലാസ് വേണം, ഭയഭക്തിയോടുകൂടെ ബദരീങ്ങളെ വിളിച്ചു. ഞാൻ ഒരു കാര്യം പറയട്ടെ, വല്ലാഹി 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 സത്യം, അള്ളാഹുവിനെ ആവർത്തിച്ച് വിളിച്ച് ഞാൻ പറയുക, ഈ മജ്ലിസിൽ റഹ്മത്തിന്റെ മലക്കുകളുണ്ട്, ബദരീങ്ങളുടെ ആത്മാവുകളുണ്ട്, മുഹമ്മദുർ റസൂലുള്ളാഹ് ഈ സദസ്സിലുണ്ട്, ഈ സദസ്സിലുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടോ? എന്താ മിണ്ടാത്തുണ്ടോ? മഹത്തുക്കളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വേദികളിൽ അവരുടെ ആത്മാവ് വട്ടമിട്ട് പറക്കുമെന്ന് മുസ്തഫായ നബി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون قال الله عز وجل. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തം ചിന്തി ജീവൻ സമർപ്പിച്ച രക്തസാക്ഷികളായ ശുഹദാക്കൾ അത് മരിച്ചൂന്ന്, അവർ മരിച്ചൂന്ന് നിങ്ങളുടെ നാവ് കൊണ്ട് പറയല്ലേ. ഇതല്ല ഖുർആനിൻ്റെ കൽപ്പന. മറിച്ച് മനസ്സുകൊണ്ടവർ മരിച്ചുപോയി എന്ന് ചിന്തിച്ചു പോകരുത്. ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അടിവാരത്തിലൂടെ അരുവി ഒഴുകുന്ന അത്ഭുതകരമായ ആരാമത്തിലൂടെ അനുഭൂതി ആസ്വദിച്ചുകൊണ്ട് പച്ചപ്പറവകളെപ്പോലെ ശുഹദാക്കൾ പാറിപ്പറക്കുന്നവരാണെന്ന് മുസ്തഫായ നബി. ഉറക്കെ മുസ്തഫായ നബി, മുസ്തഫായ നബി. അപ്പോൾ അവർ ഈ സദസ്സിലുണ്ട്. കേട്ടോണേ, അവരെ വിളിച്ചാൽ അവിടെ ഹാളിറുണ്ടെന്നാണ് ആ ബദരീങ്ങളുടെ ചരിത്രം. എന്തേ കാരണം? മദീനയിൽ സ്വസ്ഥമായി കഴിഞ്ഞുകൂടുമ്പോഴാണ് മക്കയിലെ അക്രമികളായ ഖുറൈശികൾ ആയുധങ്ങളെടുത്ത് പുന്നാര നബി തങ്ങളെ തകർക്കാൻ തയ്യാറായത്. അപ്പോഴാണ് ബദർ ഉണ്ടായത്. ആ ബദറിനെ കുറിച്ച് നമുക്കൊന്ന് പറയാം. ശ്രദ്ധിച്ച് കേൾക്കണം. ആരും എണീറ്റ് പോകരുത്. തുടങ്ങാണ്, ബദർ തുടങ്ങാണ്. എന്താ ബദറിന്റെ കാരണം? ഹക്കാന കൊന്നമറാൽ മക്കാബ് വിട്ടു നബി പക്കാ മദീന തണവായ്. ഹാരേതും എത്തിടുക ഈരാറും മുത്തശഹർ ബാറാൽ പൊറുത്ത പിറകേ. തക്കോവർ ഹാമിദരും മിക്കോർ സ്വഹാബികളും ഒക്കായിരിക്കും പൊഴുതിൽ. ജാസൂസോരുത്തർവാരെ യാസീൻ നബിക്കൊരു വിശേഷം ഭീരുത്തി പൊരുളാൽ. മക്കാതെ
സാവർവാഴി റുക്കാകേറിയ ചരക്കാടെ പൊന്നും ചുമയായി വാരും വാദിപദം ചേരുന്നവർകൾ ദേഹം ഓരിൻ നോരുങ്ങി ഹറജായി നിക്കാതെ ഷാമു കറിയൊക്കെ ശോഭാനും സവും ദാക്കറുകളിലാമും ഒരുമീ നഫറാറവർ കടവെ കഫിയായെ മൂപ്പനബു സുഫിയാനതെണ്ടു മുരയായി താരിത്ത് നബി അരികോരിലുറ്റുടനെ തരമാൽ പുറപ്പെടുകലായി ഒറ്റക്കാവാഫർ മുതൽ പറ്റിപ്പറിപ്പതിനെ മുറ്റി തിരക്കി നടയായി അരിമാനബി സ്വഹാബും വരുന്നുണ്ടറിന്തവർകൾ ഹരി കണ്ട് ബേട്ട പഠിപ്പോൽ ആയി പശന്തടവെ പോയി കടந்து ബദർ മായക്കുലങ്ങൾ ക്ഷണമായി തരമക്കാതാ വിവരം പരിവുത്ത് ത്വാഹനബി തിരകെ സഹാബും റജായി ത്വയ്ബ തലത്തണവിൽ ഹൈറാലിരിക്കുന്നതിനെ കഥറാവി ചെപ്പിവിടലായി നിറവം നെടിൽ പുറമേറി കാഫിലകൾ ഖറജുത്തിഹാം കൊളവേ നിതമാൽ പേരിപ്പ് മീലും അതതാൽ ചുരുക്കമീലും പതിശാമ വിട്ട് സൈറാൽ സുറാൽ വരും പൊഴുതിൽ ഇറയോനരുൾക്ക് കഥ ഇറസുൽ നബിക്ക് മൊഴിവായി സുർകൊന്മലക്കുടന് പുരിപാളം ഹക്കുടയെ വിരുദൂതർ മുമ്പിലണവായി ഹക്കാന കോനമറ മക്കാവ് വിട്ടു നബി പക്കാ മദീന തണവായി ഹാരേതു എത്തിടുക ഈരാറു മുത്തശർ ബാറാൽ പോറുത്ത പിറകേ അയ്വ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ അനുസരണശീലരായ സ്വഹാബത്തിന് മസ്ജിദിനകത്തു വെച്ച് ശ്രദ്ധിച്ചോണേ, മസ്ജിദിനകത്ത് ദീനിന്റെ നിയമ നിർദ്ദേശങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക, ഖുർആൻ പാരായണം ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ സ്വഹാബത്തിന് ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് ശ്രദ്ധിച്ചോണേ, മസ്ജിദുൻ നബവിയുടെ പൂമുഖത്തിരുന്ന് പുന്നാര നബിതങ്ങളും സ്വഹാബത്തും ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങകലെ നിന്ന് പൊടിപ്പടലങ്ങളെ പാറിപ്പറപ്പിച്ചുകൊണ്ട് മിന്നൽ വേഗതയിൽ ഒരു മല്ലൻ, ഒരു വില്ലൻ, ഒരു യക്ഷി, അതാ നല്ല തലയെടുപ്പുള്ള, കാണാൻ നല്ല മൊഞ്ചുള്ള ഒരു കുതിരക്കുട്ടിയുടെ മുകളിൽ കയറിയിട്ട് ഹൽ ഹൽ ജൽ ജൽ ബൽ ബൽ ഓടി വരികയാണ്. എങ്ങനെ ഓടി വരുന്നത് പറ? കുതിരപ്പുറത്ത് കയറി വില്ലനും മല്ലനുമായ ഒരു യോദ്ധാവ് മദീന പള്ളിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് കുതിക്കുക. അങ്ങനെ അള്ളാഹുവിന്റെ നബിയും സ്വഹാബത്തും ഈ രംഗം കണ്ടു. ആ വരുന്നത് ശത്രുവാണോ മിത്രമാണോ എന്നറിയാനുള്ള ആകാംക്ഷ, പ്രതീക്ഷ അവരുടെ മുഖത്ത് പ്രകടമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ യുവാവ് മസ്ജിദിന്റെ പൂമുഖത്തിന്റെ അടുത്ത് വന്നിട്ട് ആ കുതിരയുടെ കടിഞ്ഞാൺ വലിച്ച് സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് ആ സദസ്സിലേക്ക് നോക്കി താഴ്മയോടുകൂടെ പറഞ്ഞു, മൻ മുഹമ്മദ്? ആരാ ഈ കൂട്ടത്തിൽ മുഹമ്മദ്? ചോദ്യം. സല്ലല്ലാഹു അലൈഹി വസല്ലം അന റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വലാത്ത് ഉറക്കെ മുഹമ്മദുർ റസൂലുള്ളാഹ്. നബിയെ, ഞാനൊരു CID ആണ്, രഹസ്യാന്വേഷണ വിഭാഗത്തിൽപ്പെട്ട ഒരു ഇന്റലിജന്റായി വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വരാനുള്ള കാരണം, ശ്രദ്ധിച്ചു കേട്ടോണേ നബിയെ, മക്കയിൽ നിന്ന് നിങ്ങളും നിങ്ങളുടെ കൂടെയുള്ള സ്വഹാബത്തും മക്കയിലെ എല്ലാ സമ്പാദ്യവും സമ്പത്തും ഉപേക്ഷിച്ചുകൊണ്ട് മദീനയിൽ സ്വസ്ഥമായി ജീവിക്കാമെന്ന പ്രതീക്ഷയോടെ ഇവിടെ കഴിഞ്ഞുകൂടുകയാണ്.
നിങ്ങളിൽപ്പെട്ട സ്വഹാബികൾക്ക് അവിടെ ഈത്തപ്പന തോട്ടമുണ്ട്, ഒട്ടകക്കൂട്ടങ്ങളുണ്ട്, മുന്തിരി കൃഷികളുണ്ട്. ഒരുപാട് സമ്പത്ത് ഉപേക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾ മദീനയിലേക്ക് പലായനം ചെയ്തത്. എന്നാൽ ഈ അടുത്ത് മക്ക ഖുറൈശികളുടെ പാർലമെന്റ് മന്ദിരമായ ദാറുൻ നദ്വയിൽ വെച്ചുകൊണ്ട് അവരൊരു മീറ്റിംഗ് കൂടി. അവരുടെ പാർലമെന്റ് മന്ദിരത്തിന്റെ പേര് ശ്രദ്ധിച്ചോണേ, ദാറുൻ നദ്വ എന്നാണ്. ആ ദാറുൻ നദ്വത്തിൽ വെച്ച് യോഗം കൂടി അവരൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്താണെന്നറിയോ? നിങ്ങളുടെ സ്വഹാബികളും നിങ്ങളുടെ സ്വഹാബികളിൽപ്പെട്ട സ്വഹാബത്തിന്റെ സമ്പത്തും അവരുടെ സമ്പത്തും എടുത്തിട്ട്, അഥവാ ഈത്തപ്പഴം, അതേപോലെ തന്നെ ഫ്രൂട്ട്സുകള്, ഗോതമ്പുകള്, മക്കത്ത് ഉൽപ്പാദിപ്പിക്കുന്ന മക്കിപ്പട്ട്, ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ശേഖരിച്ചുകൊണ്ട്, ശ്രദ്ധിച്ചോണേ, ഒരു അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ 70ഓളം വരുന്ന ഒരു വർത്തക സംഘം മക്കയിൽ നിന്ന് ഷാമിലേക്ക് ബിസിനസ്സിന് വേണ്ടി പുറപ്പെട്ടിരിക്കുന്നു. നബിയെ, ബിസിനസ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ കൂട്ടത്തിലെ സ്വഹാബത്തിന് അർഹതപ്പെട്ട മുതലവരുടെ കൈവശമുണ്ട്. ആ സമ്പത്തുകളും അവരുടെ സമ്പത്തും എടുത്ത് 70ഓളം വരുന്ന വർത്തക സംഘം മക്കയിൽ നിന്ന് ഷാമിലേക്ക് ബിസിനസ്സിന് വേണ്ടി പുറപ്പെട്ടിരിക്കുന്നു. ആ ബിസിനസ്സിൽ കിട്ടുന്ന പ്രോഫിറ്റ്, നേരെ ശ്രദ്ധിക്ക്, ആ കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന ലാഭവിഹിതം കൊണ്ട് അങ്ങയെ ആക്രമിക്കാൻ, ഈ മദീന ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ, ഇവിടെയുള്ള സ്വഹാബത്തിനെ കൊന്നൊടുക്കാൻ യുദ്ധത്തിനാവശ്യമായ ആയുധങ്ങൾ ശേഖരിക്കലാണ് അവരുടെ ലക്ഷ്യം. ശ്രദ്ധിച്ചോണേ, 18 തരത്തിലുള്ള ആയുധങ്ങൾ ശേഖരിക്കലാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് പ്രവാചകരെ, അങ്ങയ്ക്കും അവിടുത്തെ സ്വഹാബത്തിനും അർഹതപ്പെട്ട സമ്പത്തുമായി കച്ചവടത്തിന് പോകുന്ന അബൂ സുഫിയാനെ തടഞ്ഞു നിർത്തിയിട്ട് നിങ്ങൾക്ക് അവകാശപ്പെട്ട സ്വത്ത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ എത്രയും പെട്ടെന്ന് പുറപ്പെടണം, എത്രയും പെട്ടെന്ന് ഒരുങ്ങി തയ്യാറാകണം എന്ന് പുന്നാര നബിക്ക് മുമ്പിൽ വന്നുകൊണ്ട് ആ രഹസ്യാന്വേഷണ വിഭാഗത്തിൽപ്പെട്ട വ്യക്തി പറഞ്ഞു കൊടുക്കുമ്പോൾ, ശ്രദ്ധിക്ക്, ഇവിടെ പഠിക്കാനുള്ള പാഠം എന്താണെന്നറിയോ? ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനില് നിർബന്ധിച്ച് മതം മാറ്റലില്ല. യുദ്ധം നടന്നത് മുസ്ലിങ്ങൾ ഭീകരവാദികളായതുകൊണ്ടല്ല, തീവ്രവാദി ആയതുകൊണ്ടല്ല. പഠിച്ചോ, ചരിത്രം പഠിച്ചോ. ബഹുമാനപ്പെട്ട പ്രവാചകന്റെ മുമ്പിൽ ഈ വിവരം ഈ CID ആയ മനുഷ്യൻ പറഞ്ഞു കൊടുത്തപ്പോൾ ഹബീബായ നബി തങ്ങളും സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബിയും സ്വഹാബത്തും ആ സംഘത്തെ പിടിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് മദീന മസ്ജിദിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുകയും, ശ്രദ്ധിച്ചോണേ, ആ സംഘത്തെ കാണാൻ കഴിയാതെ നിരാശയോടുകൂടെ തന്നെ പുന്നാര നബിയും സ്വഹാബത്തും മദീന പള്ളിയിൽ വന്നിരിക്കുമ്പോൾ അതാ പടച്ച തമ്പുരാന്റെ ദിവ്യ സന്ദേശവുമായി കടന്നെത്താറുള്ള മുഖറബായ ഗബ്രീൽ മാലാഖ, മുഖറബായ മലക്ക് ജിബ്രീൽ, പോരാ ഉറക്കെ മലക്ക് ജിബ്രീൽ നിറവമ്പിൽ പുറമേറി കാഫിലകൾ ഖറജുത്തിഹാം കൊള്ളവേ നിതമാൽ പെരിപ്പമീലും അതതാൽ ചുരുക്കമീലും പതിശാമ് വിട്ട് സൈറാൽ, പതിശാമ് വിട്ട് സൈറാൽ. സുറുവാൽ വരും പൊഴുതിൽ ഇറയോനരുൾക്ക് കഥ, സുറുവാൽ വരും പൊഴുതിൽ ഇറയോനരുൾക്ക് കഥ, റസൂൽ നബിക്ക് മൊഴിവാൻ സുരകോൻ മലക്കൂടനെ ഒരേ വാഴും ഹക്കൂടെ തിരുദൂതർ മുമ്പിലാണ് വായ്, തിരുദൂതർ മുമ്പിലാണ് വായ്. സുറുവാൽ വരും പൊഴുതിൽ ഇറയോനരുൾക്ക് കഥ, സുറുവാൽ വരും പൊഴുതിൽ ഇറയോനരുൾക്ക് കഥ, റസൂൽ നബിക്ക് മൊഴിവാൻ സുരകോൻ മലക്കൂടനെ ഒരേ വാഴും ഹക്കൂടെ
തിരുദൂതർ മുമ്പിലാണ് വായ്, തിരുദൂതർ മുമ്പിലാണ് ുരവ് ഒരമൽ കൂതിത്തെ പടി പെരുകെ പായത്ത് ഹർബായ് നാമക്കാവാഫിറുകളും കേമിത്തെ നോക്കുകളും ഷാമുക്ക് ചേർന്ന് ഷറഫായ്, ഷാമുക്ക് ചേർന്ന് ഷറഫായ്. ഷറഫൻ നഗർക്കവർ അറബും കിഴിത്താവിടം, ഷറഫൻ നഗർക്കവർ അറബും കിഴിത്താവിടം. സർവം ചടിത്ത സഭയിൽ സച്ചായ താജറുകളിൽ കച്ചവടമാടി മിക മെച്ചായ ലാഭം ഉളവായ്, മെച്ചായ ലാഭം ഉളവായ്. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്ക് കഥയുടെ കണ്ടന്റ് ശ്രദ്ധിച്ച് കേട്ടോണേ. പുന്നാര നബി തങ്ങളുടെ മുമ്പിൽ വന്ന് മുഖറബായ മലക്ക് ജിബ്രീൽ, മുഖറബായ മലക്ക് ജിബ്രീൽ, ഉറക്കെ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പുന്നാര നബി തങ്ങളോട് പറയുകയാണ്, നബിയേ, ആ സംഘത്തെ പിടിക്കാൻ കഴിയാത്ത നിരാശയോടെ മദീനയിൽ മടങ്ങിയെത്തിയിരിക്കുന്ന നബിയേ, കേൾക്കണോ നിങ്ങൾക്ക്? ആ കച്ചവട സംഘം ഷാമിൽ ചെന്ന് ബിസിനസ് നടത്തിയിട്ട് 50,000 പൊന്ന് പ്രോഫിറ്റോടുകൂടെ, എത്രയൊന്ന് പറഞ്ഞേ, ഒന്ന് പറ, 50,000 പൊന്ന് പ്രോഫിറ്റോടുകൂടെ ഷാമിൽ നിന്ന് മക്കയിലേക്ക് മടങ്ങി വരുന്നുണ്ട് നബിയേ. ആ അക്രമ സംഘത്തെ കീഴ്പ്പെടുത്തിയിട്ട് അവകാശപ്പെട്ട സ്വത്ത് വാങ്ങിക്കാൻ എത്രയും പെട്ടെന്ന് പുറപ്പെടണമെന്ന് മുഖറബായ മലക്ക് ജിബ്രീൽ, മലക്ക് ജിബ്രീൽ പോരാ, മലക്ക് ജിബ്രീൽ. ആരാണ് മലക്ക് ജിബ്രീൽ എന്നോ? വീടിൻ്റെ കിഴക്കൊരു കുളത്തിങ്കൽ മാറിയമ്പി ഒറ്റയ്ക്ക് കുളിക്കുകയായേ നേരം പുഞ്ചിരി തൂകിക്കൊണ്ട് വരുന്നൊരു പുരുഷനെ തഞ്ചകിക്കാനിന്തിടലായേ. നോക്ക്, വീടിൻ്റെ കിഴക്കൊരു കുളത്തിങ്കൽ മാറിയമ്പി ഒറ്റയ്ക്ക് കുളിക്കുകയായേ നേരം പുഞ്ചേരി തൂകിക്കൊണ്ട് വരുന്നൊരു പുരുഷനെ തഞ്ചകിക്കാനിന്തിടലായേ. മുഖറബായ മലക്ക് ജിബ്രീൽ, മുഖറബായ മലക്ക് ജിബ്രീൽ, മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അള്ളാന്റെ നബിയോട് വന്ന് പറഞ്ഞപ്പോൾ പുന്നാര നബിയും 300 ചില്ലാനം സ്വഹാബികളും, എത്ര ഉറക്കപ്പറ, സ്വഹാബത്തും ആ ലക്ഷ്യത്തിലേക്ക് ഇറങ്ങിയത്. യുദ്ധത്തിനല്ല, യുദ്ധത്തിനല്ല, അവകാശപ്പെട്ട സ്വത്ത് അഹങ്കാരികളിൽ നിന്ന് വാങ്ങിക്കാൻ. ഇവിടെ എവിടെ തെറ്റ്? ഇവിടെ എവിടെ ഭീകരവാദം? ഇവിടെ എവിടെ തീവ്രവാദം? യുക്തി കൊണ്ട് ചിന്തിക്ക്. അങ്ങനത്തെ ഒരു ഭീകരവാദിയും തീവ്രവാദിയാണെങ്കിൽ ഹൈന്ദവരുടെ ആചാര്യനും പരിഷ്കർത്താവുമായ ശ്രീ നാരായണ ഗുരു പുന്നാര നബിതങ്ങളെ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയത് എങ്ങനെയെന്നറിയോ? പുരുഷാകൃതി പൂണ്ട ദൈവമോ, നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ, പരമേശ്വരനാം പവിത്രപുത്രനോ, കാരുണ്യവാൻ മണിമുത്ത് രത്നമോ. മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിൻ്റെ ഹബീബായ നബിയും 300 ചൊല്ലാനും പുറപ്പെടാൻ. ഈ സദസ്സിൽപ്പെട്ട ആളുകൾ, പല ആളുകളും ഇമ്പിച്ചിക്കോയ തങ്ങൾ സംഘടിപ്പിക്കുന്ന ഈ പരിപാടി സാമ്പത്തികമായ ഒരു നേട്ടം പ്രതീക്ഷിച്ചുകൊണ്ടല്ല എന്ന് എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം, എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം. ഞാൻ ഈ 2 കൊല്ലത്തെ പരിചയമുള്ളൂ, നിങ്ങളങ്ങനെയല്ല. ഈ പരിപാടിയുടെ ബറക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പാത്രപ്പിരിവ് നടത്തണമെന്ന് പറഞ്ഞിട്ട് ഇവിടെയുള്ള ആളുകൾ തന്നെ തങ്ങളോട് അഭിപ്രായം പറഞ്ഞപ്പോൾ ആ സയ്യിദ് അവറുകൾ ഇവിടേക്ക് ഒരു ബക്കറ്റ് കൊടുത്ത് വിട്ടിട്ടുണ്ട്. ഓലപ്പാപ്പാൻ്റെ പേരിൽ നടത്തപ്പെടുന്ന പരിപാടിയാണിത്. ബദിരീങ്ങളുടെ ഹക്കുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇരുന്നിട്ട് ദ്വാരന്നിട്ട് ഞങ്ങളൊക്കെ പോകാവൂ. ചീരിനി കൊടുത്തിട്ടുണ്ടോ? അല്ല, ഭക്ഷണം കൊടുത്തിട്ടില്ലല്ലോ. ആ,
ശേഷം അത് മരുന്നാണ്, ആ ഭക്ഷണം മരുന്നാണ്, ഇവിടുന്ന് തരുന്ന ഭക്ഷണം അതും വാങ്ങിച്ചിട്ട് ദ്വാരന്നിട്ടേ നിങ്ങൾ പോകാവൂ. ഇൻഷാ അല്ലാഹ് ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് എല്ലാവർക്കും ഭക്ഷണം വാങ്ങിച്ചിട്ട് ദ്വായോടുകൂടെ മടങ്ങിപ്പോകാം. എല്ലാവരും ആത്മാർത്ഥമായിട്ട് നേർച്ചയാക്കിയിട്ട് മനസ്സുകൊണ്ട് 100 റുപ്യ ഇതിലിട്ട് കൊടുത്ത അള്ളാഹുവിനെ സാക്ഷിയാക്കി ഞാൻ പറയാം, മുത്തുനബി തങ്ങൾ പറഞ്ഞത് 200 10 ഇരട്ടിയാക്കിയിട്ട് 1000 റുപ്യ അള്ളാഹു തിരിച്ചു തരുന്ന. ഒന്നിന് 10 അള്ളാഹു നിങ്ങൾക്ക് അപകടത്തിൽ നിന്ന് നമ്മളെ ഓരോരുത്തരെയും അള്ളാഹ് കാക്കട്ടെ. ആമീനൊന്ന് പറ, ഇഖ്ലാസോടൊന്ന് പറ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നമുക്ക് തരട്ടെ. അറ്റാക്ക് അള്ളാഹു നമുക്ക് തരാതിരിക്കട്ടെ. ഹാർട്ട് അറ്റാക്ക് മരണത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു നമുക്ക് തരട്ടെ. ബിബറക്കത്തി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ലൊരു സംഖ്യ അതിലെല്ലാവരും ഇട്ട് കൊടുക്കണം. നമ്മുടെ ആമ്പൂരുള്ള വാണിയമ്പാടിയിലുള്ള ഉമ്മർ, നമ്മുടെ മജ്ലിസിൽ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കല്യാണം കഴിച്ച, നമ്മളെ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ച ഒരാളാണ്. എന്നെ വല്ലാതെ മഹബത്ത് വെക്കുന്ന ആളുകളിൽപ്പെട്ട ഒരാളാണ്. തമിഴ്നാട്ടിൽ നിന്ന് 500 കിലോമീറ്റർ അകലെ നിന്ന് നമ്മുടെ ഈ മജ്ലിസിലെത്തി ഈ മജ്ലിസിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന ആ പ്രിയപ്പെട്ട സഹോദരൻ അല്ലാഹു ഖൈറാത്തുകളെ കൊണ്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ പറ. നമുക്ക് എല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സു നൽകട്ടെ എന്ന ആത്മാർത്ഥമായി ദുആ ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് ഒരു അരമണിക്കൂറും കൂടി എല്ലാവരും ഒന്ന് ഇരുന്ന് സഹകരിക്കണം. എപ്പോൾ വേണമെങ്കിലും ഞാൻ നിർത്തും. എനിക്കറിയില്ല ഇവിടുത്തെ സാഹചര്യം എന്താണെന്നോ നിങ്ങൾ ബുദ്ധിമുട്ടിയിട്ടായിരിക്കണമെന്നോ ഒന്നും എനിക്കറിയൂല. ഇൻഷാ അല്ലാഹ് കഥയുടെ ആ ബാക്കി ഭാഗം കൂടി ഒന്ന് പറഞ്ഞ് തീർത്തോട്ടെ. ഇൻഷാ അല്ലാഹ് തീർത്തോട്ടെ. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിറവമ്പിൽ പുറമേറെ കാഫിലകൾ ഖറജൂത്തിഹാമ കൊളവേ നിതമാൽ പെരിപ്പമിലും അതതാൾ ചുരുക്കമിലും പതിശാമ് വിട്ട് സൈറാൽ. നബി തങ്ങളോട് വന്ന് ആ ദൂതൻ ഈ വിവരം പറഞ്ഞപ്പോ 300 ചില്ലാനം സ്വഹാബികൾ, ശ്രദ്ധിച്ചോണേ, 300 ചില്ലാനം സ്വഹാബികൾ ഹബീബായ നബി തങ്ങളും അതാ ആ വർത്തക സംഘത്തെ പിടിക്കാൻ, ആ കച്ചവട സംഘത്തെ പിടിക്കാൻ പുറപ്പെടുകയാണ്. കൂട്ടരെ, നമുക്ക് ബദർ കുറേ കേട്ടതാണ്. അതില് പണ്ഡിത വര്യന്മാർ അഭിപ്രായം പറയുന്ന ചില കണ്ടന്റുകൾ നമുക്കിന്ന് പഠിക്കാം. ബദർ കുറേ നമ്മൾ കേട്ടതാണല്ലോ. അതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടാതെ പോയ ചില കാര്യങ്ങളുണ്ട്. ബദർ പറയുമ്പോൾ, ബദർ കേൾക്കുമ്പോൾ നമുക്ക് കേട്ടു പരിചയമില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ഞാൻ അതൊന്ന് പറയാം, ശ്രദ്ധിച്ചോണേ. 313 സ്വഹാബികളാണ് ബദറിൽ പങ്കെടുത്തത്, അല്ലേ? ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ 313. നിങ്ങളൊന്ന് മറുപടി പറയണം. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോയെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ച് ചോദിക്കുന്നത്. പുന്നാര നബിതങ്ങളുടെ സദസ്സിൽ വെച്ചുകൊണ്ട് ഹബീബായ നബിതങ്ങൾ ചോദിച്ചു, ഇന്ന മിന ഷജരി ഷജറത്തൻ ലാ യുസ്ഖുതു വറഖുഹാ ഫഇന്നഹാ മസലുൽ മുഅ്മിൻ ഹദ്ദിസൂനി മിൻഹാ വദഹബൻ നാസു കുല്ലുഹും ഇലാ അശ്ജാരിൽ ബവാദി. സ്വഹാബത്തിനോട് ചോദിച്ചു, സ്വഹാബികളെ, ചില ചോദ്യങ്ങൾ പുന്നാര നബിതങ്ങൾ ചോദിക്കാറുണ്ട്. ഇന്ന മിന ഷജരി ഷജറത്തൻ ലാ യുസ്ഖുതു വറഖുഹാ ഫഇന്നഹാ മസലുൽ മുഅ്മിൻ ഹദ്ദിസൂനി മിൻഹാ വദഹബൻ നാസു കുല്ലുഹും ഇലാ അശ്ജാരിൽ ബവാദി. സ്വഹാബികളെ, മരങ്ങളുടെ കൂട്ടത്തിൽ ഒരു മരമുണ്ട്. ആ മരത്തിനോടാണ് ആണിവേരുകൾ താഴേക്ക് ഇറങ്ങിപ്പോയ അസ്ലുഹാ സാബിത്തുൻ വഫറഉഹാ ഫിസ്സമാ. ഖുർആൻ. അങ്ങനത്തെ ഒരു മരത്തിന്റെ കൂട്ടത്തിലുണ്ട്, അതിന്റെ ഇല പൊഴിയൂല. ആ മരം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയോന്ന് സ്വഹാബത്തിന്റെ ചോദ്യം. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് മറുപടിക്ക് പ്രയാസപ്പെട്ടപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നഹൻ നഖല, അത് ഈത്തപ്പന മരമാണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം മറുപടി അറിയണത് പറയണം, അത് ബർക്കത്താണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കേട്ടോണേ,
ബദറിൽ പങ്കെടുത്ത മലക്കുകൾ എത്രയാണെന്നറിയോ? 5000 മലക്കുകളുണ്ട് എന്ന അഭിപ്രായങ്ങളിൽ കാണാം. എത്ര? 5000. ഈ 5000-ഉം ബദരീങ്ങളിൽപ്പെട്ട മലക്കുകളാണ്. ബദറിൽ ഇറങ്ങി മലക്കുകൾ യുദ്ധത്തിനായി, അവർ കൊണ്ട് തലയിൽ കെട്ട് പിറകിൽ വാലുമായി. മുഹമ്മദ് മുസ്തഫ 5000 മലക്കുകൾ ബദറിൽ പങ്കെടുത്തു. എന്നാൽ 313 സ്വഹാബികളാണ് ബദരീങ്ങൾ എങ്കിലും ബദറിൽ 8 സ്വഹാബികൾ പങ്കെടുത്തിട്ടില്ല. 305 സ്വഹാബികളെ ബദർ സമരത്തിൽ പോർക്കളത്തിൽ ഇറങ്ങി യുദ്ധം ചെയ്തിട്ടുള്ളൂ. എത്ര ഒന്ന് പറഞ്ഞ സദസ്സെന്ന്? 305 സ്വഹാബികളെ ബദറിൽ പങ്കെടുത്തിട്ടുള്ളൂ. പക്ഷേ 313ന്റെ പേര് നമ്മൾ പറയാറുണ്ട്. 8 സ്വഹാബികൾ ബദറിൽ പങ്കെടുത്തിട്ടില്ല. എന്തേ കാരണം? ബിരിദർ മകൾ റുഖിയത്ത്, ബീവിക്കന്നാൾ ദീനം ആമേമികത്ത്, പരിത്തേ മൂലം ദിന്നോറൈനിയോരാ, പാർപ്പിത്ത് മിന്ന മനൈ തന്നിൽ ചേരാം, പാർപ്പിത്ത് മിന്ന മനൈ തന്നിൽ ചേരാം. സാദോരും 2 പേർ ഷാബ് കൊള്ളേ പോയി മുമ്പാരുൾ കൊണ്ട്, പരിത്തേ മൂലം മനം തന്നിൽ ചേരാ. നബി അമ്രിൽ നിണ്ടോര് വാർത്ത അറിവാൻ ബിൻ ഹാത്തി പോരെ വിടുത്താം, വിട്ടൊട്ടകത്തിൻ പുറത്തിന്ന് താനെ വീരറുകൾ ഹൗവാത്തും ഹാരിസും വീണേ. പെരുത്താരവരെയും ആക്കി കിട്ടും വാനിമത്തും ഖുലീഫയിൽ കേറി പോരുതേ സ്വഹർബകൾ പോലെ. 8 എണ്ടാരുൾ ചെയ്തു ത്വാഹ, എണ്ടതിൽ പിൻറാവി കോറുന്നു ബാഹ. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്ക്. 8 സ്വഹാബികൾ ബദറിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും ബദരീങ്ങളുടെ പോരിശ് അവർക്കുണ്ട്. അതിൽ പ്രഗത്ഭനായ സ്വഹാബിയാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. പോരാ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റഅയ്തു അലാ ബാബിൽ ജന്നത്തി മക്തൂബൻ ബിസ്മി ഉസ്മാൻ റളിയല്ലാഹു അൻ, റഅയ്തു അലാ ശാക്കിൽ അർശി മക്തൂബൻ ബിസ്മി ഉസ്മാൻ റളിയല്ലാഹു അൻ, റഅയ്തു അലാ ജനാഹി ജിബ്രീല മക്തൂബൻ ബിസ്മി ഉസ്മാൻ. ഉസ്മാനിന്റെ പേര് അർശിന്റെ തണ്ടിലും സ്വർഗ കവാടത്തിലും ജിബ്രീലിന്റെ 2 ചിറകിലും എഴുതി വെച്ചിട്ടുണ്ടെന്ന് മുസ്തഫായ നബി. ആവേശം മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 30 ദശലക്ഷം വിശാല മൈലുകൾ വിസ്തൃതമുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ 3ാമത്തെ ഖലീഫ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف العشير الكرم مولاي صل وسلم. ദുനിയാവിൽ നിന്ന് തന്നെ സ്വർഗത്തിന്റെ സർട്ടിഫിക്കറ്റ് കൊടുത്ത പ്രഗൽഭ സ്വഹാബത്ത്, അതിൽ പ്രമുഖനാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ബദറിൽ പങ്കെടുത്തിട്ടില്ല. കൂട്ടരെ പഠിച്ചോ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ബദറിൽ പങ്കെടുത്തില്ല. എന്തേ കാരണം? ബിരിദർ ത്വാഹ
ബിരിദർ ത്വാഹ മകൾ റുഖിയത്ത് ബീവിക്കന്നാൾ ദീനം ആമേ മികത്ത് പരിത്തേ മൂലം ദിന്നോറേനിയോരാ പാർപ്പിത്ത് മിന്ന മനൈ തന്നിൽ ചേരാ. ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ വൈഫ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ ഭാര്യ, ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ പൊണ്ടാട്ടി. തമിഴില് നമ്മൾ എന്താ പറയാ ഭാര്യക്ക്? പൊണ്ടാട്ടി. ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ ഭാര്യ റുഖിയ ബീവി റളിയല്ലാഹു അൻഹ ആരാ? ആരംഭ റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട പറ കൂട്ടരെ ഒന്ന് പറ മകളാണ്. പുന്നാര നബി തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രി റുഖിയ ബീവിക്ക് കലശലായ രോഗം ബാധിച്ചതുകൊണ്ട് ഉസ്മാനെ നിങ്ങൾ റുഖിയ ബീവിയെ രോഗപ്രഥമ ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഇവിടെ കഴിഞ്ഞുകൂടാം, നിങ്ങൾക്ക് ബദരീങ്ങളുടെ മഹത്വമുണ്ടെന്ന് പുണ്യ റസൂൽ. ഇങ്ങനെ 8 സ്വഹാബികൾ, ഖവ്വാത്ത് റളിയല്ലാഹു അൻ, ഹാത്തിബ് റളിയല്ലാഹു അൻ, ഹാരിസ് റളിയല്ലാഹു അൻ, ഇങ്ങനെയുള്ള ആസിം റളിയല്ലാഹു അൻ, ഇവരൊക്കെ ബദറിൽ പങ്കെടുക്കാതിരിക്കാനുള്ള കാരണം ഉണ്ടായത് അവർക്കൊക്കെ ഓരോ കാരണങ്ങളുണ്ട്. പക്ഷേ ഈ 8 സ്വഹാബികളും ബദരീങ്ങൾ തന്നെയാ. ബദറിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും കിട്ടും ഗനീമത്ത് കോലി ഫലായിൽ കേറിപ്പോരൂതെ സ്വഹാബറുകളെ പോൻ എട്ടാളിലും എണ്ടരുൾ ചെയ്ത് എണ്ടതിൻ പിൻറാവി കൂറുന്നു ഗനീമത്ത് മുതലിന് പോലും ഈ 8 സ്വഹാബികൾക്ക് അർഹതയുണ്ട്, അവകാശമുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി. കൂട്ടരെ, ഇനി ഞാൻ പറയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഒക്കെ കണ്ടന്റുകളെ പറയാൻ പറ്റൂ. ഇവിടെ ഇരിക്കണ ഈ കാരണവന്മാർക്കറിയാം ബദറൊക്കെ 40-50 ദിവസം പറയുന്ന ചരിത്രം ഒരു ദിവസം കൊണ്ട് പറഞ്ഞു തീർക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. ഇതാ നിർത്താൻ പോവുകയാണ്. ദുആ ചെയ്യുന്നതിൻ്റെ മുമ്പ് കഥയുടെ കണ്ടന്റ് എന്നാണ് പുന്നാര നബിതങ്ങളും സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും ഈ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി പുറപ്പെടുന്നത്. നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചോണേ. ബദറുൽ ഹുദാ യാസീനൻ നബി ഖറജായി അന്നേരം വളർ കൊടി മൂണ്ടെന്നും കേട്ടിടയതിലുണ്ട് അബിയൽ വർണ്ണമതാം പിൻരണ്ടും അസ്വദുമാമേ സതത കുടേ കോൾ പൊങ്കും തിരുകരമാനുണ്ടാമ തദിന നബി തൻ തോളർ മിസ്അബിലീന്ദാർ അവരത് തന്നെ പിടിച്ചെയ്താറ്റൽ മുമ്പിലെ നിലയാകെ ഇതമൗഖാബാം സക്തി പുലഅലിയാർ തങ്ങൾക്കും ഇതമൗഖാബാം സക്തി പുലഅലിയാർ തങ്ങൾക്കും യദലമാം മൂണ്ടാം സഅദ് ഇബ്നു മുആദിൽ അരശരയിടബലവും നിന്ദാരം കവറിരുപേരും. ശ്രദ്ധിച്ചു കേൾക്ക്. പുന്നാര നബിതങ്ങളും സ്വഹാബത്തും ലക്ഷ്യസാക്ഷാത്കാരത്തിന് വേണ്ടി പുറപ്പെടുമ്പോ അവിടുത്തെ മുഅ്ജിസത്തിന്റെ കൈകൾ കൊണ്ട്, ശ്രദ്ധിക്ക്, ഇങ്ങോട്ട് നോക്ക്, മുഅ്ജിസത്തിന്റെ കൈകൾ കൊണ്ട് 3 പതാകകൾ എടുത്തു കെട്ടി, 3 കൊടികൾ എടുത്തു കെട്ടുകയാണ്. എത്ര കൊടി ഒന്ന് പറഞ്ഞ ഉറക്കെ കേട്ടില്ല? 3 കൊടികൾ എടുത്തു കെട്ടി, 3 കൊടികൾ എടുത്തു കെട്ടി. ഏതൊക്കെ കൊടികൾ? അബിയൽ, ഒന്ന് പാട്, അബിയൽ വർണ്ണമതാം, ഒന്ന് കൂടെ പാട്, അബിയൽ വർണ്ണമതാം പിൻരണ്ടും. കണ്ടോ, മടിയുണ്ട്, പാടുന്നുണ്ട് പക്ഷെ മടിയുണ്ട്. എന്തിനാ ബദരീങ്ങളുടെ മദ്ഹ് പാടാൻ മടി? അബിയൽ വർണ്ണമതാം പിൻരണ്ടും. ഉറക്കെ,
അസ്വദുമാമേ. അയ്യ, ഒരു വെളുത്ത കൊടിയും എത്ര പറ, ഒരു വെളുത്ത കൊടിയും രണ്ട് കറുത്ത കൊടിയും അവിടുത്തെ മുഅ്ജിസത്തിന്റെ കൈകൾ കൊണ്ട് എടുത്ത് കെട്ടുകയാണ്. എങ്ങനത്തെ കയ്യാന്നറിയോ? എങ്ങനത്തെ കയ്യാന്നറിയോ? വെള്ളിയാഴ്ച ഇന്നലെ ഖതീബ് മിമ്പറിൽ കയറി ഖുത്ബ ഓതുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചോ? വനബഅ മിൻ ബൈനി അസ്വാബിഹിൽ മാ, വനബഅ മിൻ ബൈനി അസ്വാബിഹിൽ മാ, വിരലുകളിൽ നിന്ന് വെള്ളം നിർഗളിപ്പിച്ച മുസ്തഫ മച്ചിയായ ആടിന്റെ അകിടിലേക്ക് അവിടുത്തെ പരിശുദ്ധമായ കൈകൾ കൊണ്ട് ആടിന്റെ അകിടിലേക്ക് കൈവച്ച് കൊടുക്കുമ്പോ സുബ്ഹാനല്ലാഹ്, മച്ചിയായ ആട് പ്രസവിച്ചിട്ടേയില്ല, ചുക്കിച്ചുളിഞ്ഞ് ആരോഗ്യം നഷ്ടപ്പെട്ട മച്ചിയായ ആടിന്റെ അകിടിലേക്ക് അവിടുത്തെ കൈകൾ വെച്ചു കൊടുക്കുമ്പോ പാൽ ചുരത്തിക്കൊടുത്തു മുസ്തഫായ നബി. പോരാ, ആവേശം പോരാ. മുസ്തഫായ നബി പോരാ, മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ തൃക്കല്യാണത്തിന് തോരണങ്ങൾ തൂക്കുമ്പോൾ തന്നിന്നം പാടി താളത്തിൽ ആടും മേളത്തിൽ എങ്ങളെ ചേർക്കല്ലാ. ചൊല്ല് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. തങ്ങളെ തൃക്കല്യാണത്തിന് തോരണങ്ങൾ തൂക്കുമ്പോൾ തന്നിന്നം പാടി താളത്തിൽ ആടും മേളത്തിൽ എങ്ങളെ ചേർക്കല്ലാ. ഹബീബായ നബി തങ്ങളുടെ പേരക്കുട്ടി സംഘടിപ്പിച്ച ഈ സദസ്സ് റഹ്മാനേ ദുആയ്ക്ക് ഇജാബത്തുള്ള സദസ്സാക്കണേ അല്ലാ. ഒന്നാമീൻ പറ. ഞങ്ങളുടെ ശരീരത്തുള്ള സർവ്വ രോഗങ്ങൾക്കും ശിഫ നൽകണേ അല്ലാ. ബദരീങ്ങളുടെ ഹക്ക് കൊണ്ട് ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് തരണേ അല്ലാ. ഈ ദുആ മതി ഈ മജ്ലിസ് വിജയിക്കാൻ, നമ്മുടെ ദുനിയാവും ആഖിറവും വിജയിക്കാൻ. അല്ലാഹു കബൂലാക്കട്ടെ. തങ്ങളെ സമയമായോ? ആ, അപ്പൊ നമുക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ആരും എഴുന്നേറ്റ് പോകരുത്, ബുദ്ധിമുട്ടരുത്. ഇൻഷാ അല്ലാഹ് 3 പതാക എടുത്ത് മുത്തുനബി തങ്ങളും സ്വഹാബത്തും ബദറിലേക്ക് പുറപ്പെട്ടു. എന്നാണ് പുറപ്പെടുന്നത്? നേരെ ശ്രദ്ധിക്കുക, നിർത്താൻ പോവുകയാണ്. 10 മിനിറ്റ് കൂടെ നിർത്താൻ പോവുകയാണ്. എന്നാണ് പുന്നാര നബി തങ്ങളും സ്വഹാബത്തും പുറപ്പെട്ടത്? ഷഹറുകളിൽ പോരീഷ മികും റമളാൻ ഈരാറും ഷറഫുടയേ തിങ്കൾ യൗമിനിലരിക്കോരും ഖറജോട് സഹിയിലെഴും നള്ളിയുടെ തിരുനബി തങ്ങൾ. ഷഹറുകളിൽ പോരീഷ മികും റമളാൻ ഈരാറും ഷറഫുടയേ തിങ്കൾ യോമിനിലരികോരും ഹറജോട് സഹയിലെഴും നള്ളിയുടെ തിരുനബി തങ്ങൾ. റമളാനിന്റെ 12ാമത്തെ ദിവസം പുന്നാര നബി തങ്ങളും സ്വഹാബത്തും ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി, യുദ്ധത്തിനല്ല, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുകയില്ല, യുദ്ധത്തിനല്ല പുറപ്പെട്ടത്. മറിച്ച് അവകാശപ്പെട്ട സ്വത്ത് അഹങ്കാരികളിൽ നിന്ന് വാങ്ങിക്കാൻ തയ്യാറായിക്കൊണ്ട്
പുന്നാര നബിതങ്ങളും സ്വഹാബത്തും പുറപ്പെട്ടത് റമളാനിന്റെ പവിത്രമായ 12ാമത്തെ ദിവസമാണ്. അങ്ങനെ റമളാൻ 17ാം രാവിന് പുന്നാര നബിതങ്ങളും സ്വഹാബത്തും ബദറിലെത്തി. പുറപ്പെട്ടത് 12-ന്. ശ്രദ്ധിക്ക്, അവിടെ എത്തുന്നത് 17ാം രാവിന്. പുന്നാര നബിതങ്ങളും സ്വഹാബത്തും ബദറിന്റെ ഒരു ഭാഗത്ത് വന്ന് ഖൈമയടിച്ചു. നിർത്താൻ പോവുക, ശ്രദ്ധിച്ചു കേട്ടോ, നിർത്താൻ പോവുക. ഖൈമയടിച്ചു. അങ്ങനെ പ്രിയപ്പെട്ടവരെ, അന്നത്തെ രാത്രി നല്ല ക്ഷീണുണ്ട്. റമളാൻ, പവിത്രമായ റമളാന്റെ രാത്രിയാണ്. അന്നത്തെ രാത്രി ഹബീബായ നബിതങ്ങൾ അവിടത്തേക്കു വേണ്ടി മാത്രം നിർമ്മിച്ച ഖൈമയ്ക്കകത്ത് നിന്ന് അർദ്ധരാത്രിക്ക് പുറത്തിറങ്ങി. നിഴലില്ലാത്ത നബിയുടെ നിഴല് പോലെ കൂടെ നടക്കുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ 1ാമത്തെ ഖലീഫ സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ്, ഉറക്കെ അബൂബക്കറിന് സിദ്ദീഖ്, ഹബീബായ നബി തങ്ങളെ അനുഗമിച്ചു, പിന്നിൽ നടന്നു. അപ്പോൾ കുറേ സ്വഹാബികളും പിന്നിൽ നടന്നു. അങ്ങനെ ശ്രദ്ധിച്ച് കേട്ടോ. അങ്ങനെ നാളെ യുദ്ധം നടക്കുന്ന രണാങ്കണം. ബദറിൽ പോയ ആളുകളൊക്കെ ഒന്ന് കൈപൊക്കിയേ. ബദർ കണ്ട ആളുകൾ അൽഹംദുലില്ലാ. അള്ളാഹു പോയവർക്ക് ഇനിയും പോകാൻ തൗഫീക്ക് നൽകട്ടെ. പോകാത്തവർക്ക് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും പോകാൻ അള്ളാഹു അവസരം തരട്ടെ. ഒന്ന് ഉറക്ക ആമീൻ പറഞ്ഞു, ഈ ഒറ്റ ദുആ മതി. അള്ളാഹു അവസരം തരട്ടെ, ഇനി നമുക്ക് പോകാൻ അവസരം തരട്ടെ. ഇൻഷാ അല്ലാഹ് 2 മാസം കഴിഞ്ഞിട്ട് തങ്ങളെ ഞാൻ പോകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീക്ക് ചെയ്യാൻ നിങ്ങൾ ദ്വാരക്കണോ. അള്ളാഹു എനിക്ക് തൗഫീക്ക് തരാൻ വേണ്ടിയിട്ട് സയ്യിദ് അവറുകൾ ഇൻഷാ അല്ലാഹ് അള്ളാഹു തആല ഈ പേരക്കുട്ടിയുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ പറ. ഇവരിന്ന് വിതരണം ചെയ്യുന്നത് ഷെയ്ഖ് ജീലാനി തങ്ങൾ വല്ലിപ്പാൻ്റെ പേരിൽ നടത്തപ്പെടുന്ന ഈ പരിപാടി അത് ഔഷധമുള്ള മരുന്നാണ്. ക്യാൻസർ രോഗത്തിന് മരുന്നാണ്. വല്ലാഹി പകർച്ചവ്യാധികൾക്കത് മരുന്നാണ്. മരണമല്ലാത്ത എല്ലാ രോഗത്തിനും ഇവിടുന്ന് വിതരണം ചെയ്യുന്ന ഭക്ഷണം നല്ല നെയ്യത്തോടെ കഴിച്ചോ. മാഉ സംസമിൻ ലിമാ ശുരിബല വസൂറത്തു യാസീൻ ലിമാ ഖുരിഅ ലഹു സദഖ റസൂലുള്ളാഹ്. എന്ത് രോഗത്തിനാണോ നിങ്ങൾ സംസം വെള്ളം കുടിച്ചത് ആ രോഗത്തിനുള്ള ഔഷധമാണ് സംസം എന്ന് മുസ്തഫായ നബി. ഈമാൻ കിട്ടി മരിക്കാനാണോ ലക്ഷ്യം വെച്ച് കുടിച്ചത്, ആഖിബത്ത് നന്നാകാതെ മരിക്കൂല. ശ്രദ്ധിച്ചു കേട്ടോ. ക്യാൻസറിനാണോ കുടിച്ചത്, ശിഫയുണ്ട്. കിഡ്നിയുടെ അസുഖത്തിനാണോ കുടിച്ചത്, ശിഫയുണ്ട്. അതേപോലെ തന്നെ വസൂറത്തു യാസീൻ ലിമാ ഖുരിഅ ലഹു, എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണോ യാസീൻ ഓതുന്നത് ആ ലക്ഷ്യം അള്ളാഹു സാധിപ്പിച്ച് തരും. ഉറപ്പ്. അള്ളാഹു കബൂലാക്കട്ടെ. ഇതാ ഞാൻ പറയാം, നിർത്തുകയാണ്. 5 മിനിറ്റ് ശ്രദ്ധിച്ചു കേട്ടോ. 2 കണ്ടന്റ് 5 മിനിറ്റ് ഉണ്ട്. നേരെ കേട്ടോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്ത് അനുഗമിച്ചു. അങ്ങനെ നടക്കുകയാണ്, യുദ്ധക്കളത്തിലൂടെ അങ്ങനെ പോവാണ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, യാ അബൂബക്കർ തആൽ, യാ ഉമർ ഇബ്നുൽ ഖത്താബ് തആൽ. അടുത്തേക്ക് വിളിച്ചു. പ്രഗൽഭരായ സ്വഹാബത്തിനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, സ്വഹാബികളെ, നാളെ സമരം നടക്കുമ്പോൾ ആ സമരത്തിൽ സത്യത്തിൻ്റെ വാഹകരായിരിക്കുന്ന സ്വഹാബത്ത് വിജയം കൈവരിക്കുന്ന സമയത്ത്, ഇസ്ലാമിൻ്റെ വെന്നിപ്പതാക പാറിപ്പറപ്പിക്കുന്ന സമയത്ത്, സത്യനിഷേധികളായിരിക്കുന്ന ഖുറൈശി പ്രമുഖന്മാരിൽ പ്രഗൽഭരായിരിക്കുന്ന അബൂജഹൽ ചത്തുവീഴുന്നത് ദേ ഇവിടെയായിരിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ. ശ്രദ്ധിക്ക്, ഉത്തുബത്തിനെ കൊല്ലപ്പെടുന്നത് ദേ ആ കുന്നിന്റെ ചെരുവിലായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഷൈബത്ത് ചത്തുവീഴുന്നത് ദേ ഇവിടെയായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. സുബ്ഹാനല്ലാഹ്. ആലോചിച്ച് നോക്കിയങ്ങൾ. ദേ അവിടെ, ദേ ഇവിടെ, ദേ ഇപ്പുറത്ത്. ആ തങ്ങളുടെ പേരക്കുട്ടി സംഘടിപ്പിച്ച പരിപാടിയല്ലേ ഇത്? ആലോചിക്ക്. വരാനിരിക്കുന്ന മുഹിയദ്ദീൻ മാലയിൽ കാണാം, മേലാൽ വരുന്നേവി ക്ഷയം പറഞ്ഞോവർ. വരാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി പ്രവചനം നടത്താൻ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും അല്ലാഹു അമാനുഷികമായ കഴിവ് കൊടുത്തിട്ടുണ്ടെന്ന് മുസ്തഫായ നബി.
അമരീറൈ. സഹോദരന്മാരെ, എല്ലാവരും ഇരിക്കുന്ന സ്ഥലത്തിരിക്കി, എല്ലാവരെയും മുന്നിൽ കയ്യിൽ ഭക്ഷണം വരും. തബറൂക്കിൻ്റെ ഭക്ഷണം ഉസ്താദ് പറഞ്ഞില്ലേ, ഉസ്താദ് കഥയും ദ്വയും ഒക്കെ ഒരുമിച്ച് നടത്തും. ആരും എവിടേക്കും മാറണ്ട, എല്ലാവരും അവിടെ നിൽക്കുക. നമുക്ക് ദുആ ചെയ്യേണ്ടതുണ്ട്. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള എൻ്റെ എളാപ്പ, അതുപോലെ തന്നെ എൻ്റെ പൊന്നാര ഉപ്പ, എൻ്റെ പൊന്നാര ഉമ്മ, അതുപോലെ തന്നെ ഈ നമ്മളെ നാട്ടിൽ നിന്നും വഫാത്തായി പോയവർ, അതുപോലെ തന്നെ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അതുപോലെ തന്നെ പല ഇടങ്ങേറ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അതുപോലെ നമുക്ക് ഈ ഭക്ഷണം ഇതിലേക്ക് പലവരുമായിട്ടാണ് തന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ എല്ലാ ഖൈറിനും ബർക്കത്തിനും വേണ്ടിയിട്ട്, മാഫിറത്തിനൊക്കെ മരണപ്പെട്ടവർക്ക് മാഫിറത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്യണം. ഉസ്താദിൻ്റെ പരിപാടി ഉസ്താദ് നിർത്തുമ്പോൾ അങ്ങനെ നിർത്തും. ഭക്ഷണങ്ങൾ എല്ലാം നമ്മളെ രാവിലെ മുതൽ ഈ സമയം വരെ ഇവിടെ ഭക്ഷണം ഇവിടെ എത്തിച്ച നമ്മളെ മാന്യ സുഹൃത്തുക്കളുണ്ട്. അവരെല്ലാവരും കയ്യിലും ഭക്ഷണം എത്തിക്കും ഇൻഷാ അല്ലാഹ്. ഉസ്താദിൻ്റെ കഥ ഉസ്താദ് അങ്ങനെ തുടങ്ങും, ഉസ്താദ് അങ്ങനെ അവസാനിക്കും. ഉസ്താദും തന്നെ കഴിഞ്ഞ വർഷം നമുക്ക് ഇതിലേറെ ചുടുചൊങ്കനായിട്ടാണ് നമ്മളെ മുന്നിൽ വന്നത്. എന്നതിൻ്റെ ശേഷം ഇവിടുന്ന് പോയിട്ട് ഉസ്താദിന് ഇങ്ങനെ രാവും പകൽ ചെറിയൊരു ടൈം ഉറക്കം, രാത്രിയിൽ ഇങ്ങനെ കഥയും പറഞ്ഞ്, അപ്പോൾ ബദർ കിസ്സ പറയുമ്പോൾ തന്നെ അത് കേൾക്കുന്ന നമുക്ക് തന്നെ 6 വർഷത്തെ പാപം പൊറുക്കുന്നാണ് പറയുന്നത്. അപ്പോൾ പറയുന്ന ഉസ്താദിന് എത്ര ഉണ്ടാകും? അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. ഈ മജ്ലിസിൽ നമ്മൾ ഭക്ഷണങ്ങൾ എല്ലാവരും കയ്യിലെത്തും. ഉസ്താദ് നിർത്തുമ്പോൾ നിർത്തും. ഉസ്താദിനോട് തബറുക്കം ചെയ്തിട്ടാണ് പോകാൻ. അള്ളാഹുവിനൊക്കെ തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഭക്ഷണ വിതരണം തുടങ്ങുകയാണ് ഇൻഷാ അല്ലാഹ്. കേട്ടോണം, ഭക്ഷണം അവിടെ വരും, നിങ്ങളവിടെ തന്നെ ഇരുന്നാൽ മതി. അങ്ങോട്ട് ശ്രദ്ധിക്കുക. ഞാൻ ദുആ ചെയ്യുമ്പോൾ ദുആ ചെയ്തിട്ടേ നിങ്ങളെല്ലാവരും പിരിഞ്ഞു പോകാവൂ. കേട്ടോ? ഏകദേശം നമ്മുടെ പരിപാടി തുടങ്ങിയിട്ട് 2 മണിക്കൂറാകാൻ പോവുകയാണ്. നിങ്ങളെ ബുദ്ധിമുട്ടിക്കണില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാളെ പോർക്കളത്തിൽ വെച്ച് നടത്തപ്പെടുന്ന സമരത്തിൽ നടക്കുന്ന പരാജയത്തെക്കുറിച്ച്, വിജയപരാജയത്തെക്കുറിച്ച് മുൻകൂട്ടി പ്രവചനം നടത്തുകയാണ്. എങ്ങനെ പ്രവചനം? അമരീറൈ അമൃതക്കാനി മോളി സമൃദ്ധ പാറകയും അങ്കാര കൈ തൻ്റെ അങ്കുലത്താൽ പുവനിയിൽ ആട്ടിമൂടി തുന്നി കാട്ടിനാരേ വാർത്തും പമിയും വീഴ്ചുണ്ടാൻ കോറേ സാഹബാരിൽ ഏറച്ചോരർ കുറേശികൾ കുനോടേ വീണിടും താനം ഹബീബായ നബി തങ്ങൾ അവിടുത്തെ നാവിൻ്റെ അസറാണ് പറഞ്ഞത്. നാളെ നടക്കുന്ന കാര്യം ഇന്ന് മുൻകൂട്ടി പ്രവചനം നടത്തി. ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അവിടുത്തെ ആണ്ട് നേർച്ചയാണല്ലോ അല്ലേ? അബൂബക്കർ ഇബ്നുൽ ഇമാദ് റളിയല്ലാഹു അൻഹു, ഒക്കെ മഹാന്മാരെ പേരൊറക്കെ പറ റളിയല്ലാഹു. വിശ്വാസപരമായ കാര്യത്തിൽ ഒരല്പം സംശയം വന്നു. എവിടുന്നാ സംശയം തീർക്കുക? 40 കൊല്ലം വഴല് പറഞ്ഞവർ, നന്നായി 90 കാലം ജീവിച്ചവർ. മുഹിയുദ്ദീൻ എവിടുന്നാ? ആ ഭക്ഷണം വാങ്ങിക്കുമ്പോൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഞാനോ ഈ സംസാരങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. 40 കൊല്ലം വഴല് പറഞ്ഞ് നടന്ന മഹാനാണ് ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. അബൂബക്കർ ഇബ്നുൽ ഇമാദ് റളിയല്ലാഹു അൻഹുവിന് വിശ്വാസപരമായ കാര്യത്തിൽ സംശയം വന്നപ്പോൾ മുഹിയുദ്ദീൻ ഷെയ്ഖിൻ്റെ വഴല് നടക്കുന്നുണ്ടാവാത്ത അവിടെ ചെന്ന് സംശയം തീർക്കാമെന്നും വിചാരിച്ചു വേദിയിലേക്ക് ഇങ്ങനെ നടന്നു വരികയാണ് അബൂബക്കർ ഇബ്നുൽ ഇമാദ് റളിയല്ലാഹു അൻഹു. ആ സമയത്ത് സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്ന മുഹിയുദ്ദീൻ ഷെയ്ഖ് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, സംശയം മനസ്സിൽ തോന്നണ്ട. നമ്മുടെ വിശ്വാസം നമ്മുടെ മുൻഗാമികളുടെ വിശ്വാസമാണ്. വന്ന് സംശയം ചോദിച്ചിട്ടില്ല, മനസ്സിലുള്ളതാ പറയണത്. അപ്പൊ അബൂബക്കർ ഇബ്നുൽ ഇമാദ് ഞെട്ടിപ്പോയി. പടച്ചോനെ, ഇതെന്താ അത്ഭുത! വേദിയിലേക്ക് കയറി വരുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലുള്ള ചോദ്യത്തിന് ഉത്തരം. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, വയല് പറയുന്ന ആളുകളല്ലേ,
പലതും ഇങ്ങനെ പറയുമല്ലോ എന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോഴേക്ക് അബൂബക്കറിന്റെ മുഖത്തേക്ക് നോക്കിയ അബാബക്കർ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അബൂബക്കർ ബിൻ അൽ ഇമാദിന്റെ പേര് വിളിച്ചിട്ട് പറഞ്ഞു, വിശ്വാസത്തിൽ സംശയം വേണ്ട. അതാണ് കുപ്പിയാക, ഒന്ന് പാട്, കുപ്പിയാകത്തുള്ളേ വസ്തുവിനെ പോലെ നിങ്ങളുടെ ഖൽബാകം എന്നോവർ. മുഹീദ്ദീൻ ഷെയ്ഖിന്റെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് റബ്ബേ നീ ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാ. കണ്ടോ, റമളാനിന്റെ 17-ാമത്തെ ദിവസം ബദരീങ്ങളും ഖുറൈശികളും തമ്മിൽ 950ഓളം വരുന്ന പ്രമുഖരായിരിക്കുന്ന ഖുറൈശികളോട് 300 ചുല്ലാനം വരുന്ന സ്വഹാബികൾ യുദ്ധം ചെയ്തപ്പോൾ 5000 മലക്കുകളെ അള്ളാഹു ഇറക്കി കൊടുത്തു. എത്രയാ ഒന്ന് പറയാ? അങ്ങനെ ആ യുദ്ധം അകുടജനുടം ഡടം ഡടം ഡടകുടടിം അണി ബംബ ബംബ ബം അണി ഒറ്റ താണ്ടി ചൂളയിട്ട് മദളം വീശലും അണി ചീണ വീണ ചല 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 ചലക്കും കൈമണി മുഴക്കും മുന്നണി ഏലോലം മാലോലം കുതുകൂലം കൊണ്ട് പാടിത്തുടിക്കുന്ന ബദർപട പൊരുതാനെ ഖുറൈശികൾ വരവാനെ ബദർപട പൊരുതാനെ ഖുറൈശികൾ വരവാനെ അകുടജനുടം ഡടം ഡടം ഡടകുട അണി ബംബ ബംബ ബം അണി ഒറ്റ താണ്ടി ചോളയിട്ട് മധളം വീശലോ അണി ചീണ വീണ ചല 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 ചലക്കും കൈമണി മുഴക്കും മുന്നണി ഏലോല മാലോൽ കുതൂലം കൊണ്ടാടി പാടി തുടിക്കുന്ന ബദർപട പൊരുതാനെ ഖുറൈശികൾ വരവാനെ ബദർപട പൊരുതാനെ ഖുറൈശികൾ വരവാനെ. പവിത്രമേറും ബദർപട പ്രശസ്തിയുറ്റേ ബദർപട പവിത്രമേറും ബദർപട പ്രശസ്തിയുറ്റേ ബദർപട ഇടറിടാതെ പതറിടാതെ പടപൊരുതിയപ്പട ഇടറിടാതെ പതറിടാതെ പടപൊരുതിയപ്പട ബദർപട പൊരുതാനെ ഖുറൈശികൾ വരവാനെ ബദർപട പൊരുതാനെ ഖുറൈശികൾ വരവാനെ അകുടജനുടം ഡടം ഡടം ഡടകുടടിം അണി ബംബ ബംബ ബം അണി ഒറ്റ താണ്ടി ചോളയിട്ട് മധുളം വീശലോ അണി ചീണ വീണ ചല 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 ചലക്കും കൈമണി മുഴക്കും മുന്നണി ഏലോലം മാലോലം കുതൂലം കൊണ്ടാടി പാടി തുടിക്കുന്ന ബദർപട പൊരുതാനെ ഖുറൈശികൾ വരവാനെ ബദർപട പൊരുതാനെ ഖുറൈശികൾ വരവാനെ. ഉത്ബത്തിന്റെ ചരമവും പ്രശസ്തിയുറ്റേ ബദർപട ഉത്ബത്തിന്റെ ചരമവും പ്രശസ്തിയുറ്റേ ബദർപട ശൈബത്തിന്റെ പതനം നൽകി അന്ന് തന്നെ ബദർപട ശൈബത്തിന്റെ പതനം നൽകി അന്ന് തന്നെ ബദർപട പൊരുതാനെ ഖുറൈശികൾ വരവാനെ ബദർപട പൊരുതാനെ ഖുറൈശികൾ വരവാനെ അകുടജനുടം ഡടം ഡടം ഡടകുടടിം അണി ബംബ ബംബ ബം അണി ഒറ്റ താണ്ടി ചോളയിട്ട് മധളം വീശലോ അണി ചീണ വീണ ചല 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 ചലക്കും കൈമണി മുഴക്കും മുന്നണി ഏലോല മാലം കുതുകുലം കൊണ്ടാടി പാടി തുടിക്കുന്ന ബദർപട പൊരുതാനെ ഖുറൈശികൾ വരവാനെ ബദർപട പൊരുതാനെ ഖുറൈശികൾ വരവാനെ ബദർപട പൊരുതാനെ ഖുറൈശികൾ വരവാനെ. ആർത്തിരമ്പുന്ന തിരമാല കണക്കെ കരിമ്പിൻ തോട്ടത്തിൽ കടന്ന കാട്ടാനകളെ പോലെ സത്യനിഷേധികളായിരിക്കുന്ന ഖുറൈശി പ്രമുഖര് സത്യത്തെ ഈ ലോകത്ത് നിന്ന് കുഴിച്ചു മൂടാൻ ആഗ്രഹിച്ചുകൊണ്ട് സഫറാന്റെ താഴ്വരയിൽ വെച്ചുകൊണ്ട് സത്യവും അസത്യവും നീതിയും അനീതിയും ഇരുട്ടും വെളിച്ചവും തൗഹീദും ശിർക്കും തമ്മിൽ ശക്തമായ പോരാട്ടം നടന്നെങ്കിലും സത്യത്തിന്റെ വാഹകർക്ക് പൂർണ്ണമായ സംരക്ഷണവും അസത്യത്തിന്റെ വാഹകർക്ക് അള്ളാഹു പരാജയത്തിന്റെ പടുകുഴിയും കൊടുത്ത് പരീക്ഷിച്ച സംഭവ ബഹുലമായ ബദരീങ്ങളുടെ ചരിത്രം ഇൻഷാ അള്ളാഹ് 2 മണിക്കൂർ കൊണ്ട് ഇവിടെ തിരശ്ശീല വീഴുകയാണ്. ഈ ചൊല്ല് ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ്.
അനുരാഗത്തിന്റെ പറുദിസയിലേക്ക് പറന്നുയർന്ന് ആത്മസംസ്കരണങ്ങളിലൂടെ മാനവഹൃദയങ്ങളിലേക്ക് മധു നുകർന്ന് മഹിതമായ സന്ദേശത്തിന്റെ വാഹകനായ അഷ്റഫുൽ ഖൽഖിന്റെ ചാരത്ത് ചെന്ന് നിന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് ഞങ്ങൾക്ക് പറയാൻ തൗഫീഖ് തരണേ അല്ലാഹ്. പടച്ചോനെ, കഅബാലയത്തിന്റെ കരിങ്കൽ ഭിത്തികളിൽ കൈവച്ചുകൊണ്ട് കണ്ണുനീരോടുകൂടെ ഞങ്ങളുടെ വേദനകളും ഞങ്ങളുടെ വിഷമങ്ങളും ഞങ്ങളുടെ ബേജാറുകളും ഞങ്ങളുടെ രോഗങ്ങളും ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും കണ്ണുനീരോടെ തുറന്നു പറയാൻ അതിനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ദീർഘായുസ്സും ആഫിയത്തും തരണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങളുടെ തങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. ഹാഫിളീങ്ങളായ മക്കളുണ്ട്, സ്വർഗത്തിൻ്റെ അവകാശികളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഈ ഒരുമിച്ച് കൂടി നിൽക്കുന്നത് പോലെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഒരു 3 സ്വലാത്ത് മുത്തുനബി തങ്ങളുടെ ഹളറത്തിലേക്ക് ലക്ഷ്യം വെച്ച് കണ്ണടച്ച് പിടിച്ചിട്ട് ആ റൗള ഇങ്ങനെ മനസ്സിൽ കാണണം. അള്ളാഹുവിനെ സാക്ഷിയാക്കി ഞാൻ പറയാം, വല്ലാഹി മരിക്കണീൻ്റെ മുമ്പ് നിങ്ങൾ റൗള കാണാതെ മരിക്കൂല. ഞാൻ എൻ്റെ മശായിഖന്മാർ, ഞാൻ എൻ്റെ മഹാന്മാർ എനിക്ക് തന്ന ഇജാസത്തിൻ്റെ കുമ്പോൾ തങ്ങന്മാർ കാസർഗോഡ് മംഗലാപുരം നിങ്ങൾക്ക് അറിയാലോ. ഞാൻ ചെന്നിട്ട് കൈപിടിച്ചു, അസ്സലാമു അലൈക്കും തങ്ങളിപ്പാപ്പ എനിക്ക് വേണ്ടി ദ്വാരക്കണമെന്ന് പറഞ്ഞു. ബദരീങ്ങൾ കൂടെ ഉണ്ടാവുമ്പോൾ നിങ്ങളാർക്കും പരാജയപ്പെടുത്താൻ കഴിയൂല. എത്ര വലിയ ശക്തികൾ കുപ്രചരണം നടത്തുമ്പോഴും വേണ്ടാത്തത് പറയുമ്പോഴും അവർക്ക് അള്ളാഹു പരാജയം കൊടുക്കുക എന്നല്ലാതെ ബദരീങ്ങൾ നിങ്ങളെ തളർത്തൂല. അള്ളാഹു അങ്ങനെ തന്നെ ആക്കട്ടെ. ആമീൻ പറ. അള്ളാഹ് അങ്ങനെ തന്നെ ആക്കട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, പച്ച കുബ്ബങ്ങനെ മനസ്സിൽ കാണണം. സുമ്മർളീളാ അന്നബി ബക്കിരിം വഅൻ ഉമരി വഅൻ അലിയും വഅൻ ഉസ്മാന ദിൽ കറമി. ചൊല്ല് മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. സഅദിൻ സഈദിൻ സുബൈറിൻ ത്വൽഹാത്തിൻ വഅബി ഉബൈദത്തിൻ വബ്നി ഔഫിൽ ആശീരിൽ കറമി. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മാ ഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസി അൽ കറമി. ചൊല്ല് മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ബിഫളി സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്